വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 22-ാമത്തെ അധ്യായം 31-ാമത്തെ തിരുവചനം. ലൂക്കോസ് 22:31. ശീമോനെ, ശീമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പൊയ്പോകാതിരിപ്പാൻ നിനക്കു വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. നമ്മൾ കാണുന്നത് കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്തകളും അതിൽ പ്രധാനമായി അതിൻ്റെ പുറകിലേക്ക് നോക്കുമ്പോൾ തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലി ഒരു തർക്കവും അവരുടെ ഇടയിലുണ്ടായി. ഈ ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ ചോദിച്ച ഒരു ചോദ്യം, പ്രൈമസി ഓഫ് പീറ്ററിനെ കുറിച്ച് ബൈബിൾ എന്തെങ്കിലും പറയുന്നുണ്ടോ? അതാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് ചിന്തിക്കുന്നത്. ഇപ്പൊ ലൂക്കോസ് സുവിശേഷം 22-24 തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലിയൊരു തർക്കം അവരുടെ ഇടയിലുണ്ടായി. ഇപ്പൊ യേശു കർത്താവ് അതിനുള്ള മറുപടിയാണ് അവിടെ പറയുന്നത്. നിങ്ങൾക്ക് താഴോട്ട് നോക്കുമ്പോൾ അറിയാം, അത് മാത്രമാണ് യേശു കർത്താവ് അഡ്രസ് ചെയ്യുന്നത്. താഴോട്ട് വരുമ്പോൾ പറയാണ്, ശീമോനെ, ശീമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. അപ്പൊ യേശുവിന്റെ ശിഷ്യന്മാരെ സാത്താൻ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് അനുവാദം ചോദിച്ചിരിക്കുന്നു. അനുവാദം നൽകപ്പെട്ടിരിക്കുകയാണ്. ഒത്തിരി കാര്യങ്ങളിൽ ഈ നിരീശ്വരവാദികളായ ആളുകൾ, പ്രത്യേകിച്ച് ഈ ഫേസ്ബുക്കിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഓരോ കാര്യങ്ങൾ എടുത്തിട്ട് അപ്പോൾ ദൈവം എവിടെയാണ്, ഇപ്പോൾ ദൈവം എവിടെയാണ്, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, ദൈവം എന്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ ഇടപെടലുകൾ, സജീവമായ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല എന്നുള്ള, അപ്പം അതിൻ്റെ ഒരു ഉത്തരമാണ് നമ്മളിവിടെ കാണുന്നത്. യേശു കർത്താവ് പറയാണ്, സാത്താൻ അനുവാദം ചോദിച്ചിരിക്കുകയാണ് വിശ്വാസികളെ പാറ്റുവാൻ. പ്രത്യേകിച്ച് അപ്പോസ്തലന്മാരെ കുറിച്ചാണ് യേശു പറയുന്നത്. നിങ്ങളെ പാറ്റുവാൻ, വീശുവാൻ സാത്താൻ അനുവാദം ചോദിച്ചിരിക്കുന്നു. പെർമിഷൻ ഈസ് ഗിവൺ. അത് തന്നെ നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ, യോബിന്റെ പുസ്തകത്തിൽ വായിക്കുമ്പോഴും സാത്താൻ അനുവാദം ചോദിക്കുമ്പോൾ പാടില്ല എന്നല്ല പറയുന്നത്, അനുവാദം നൽകപ്പെട്ടു. അപ്പൊ സാത്താൻ വീശുമ്പോൾ പതിരുകൾ മാറിപ്പോകും. സാത്താൻ വീശുമ്പോൾ പതിരുകൾ മാറിപ്പോകും. സാത്താന്റെ ചെലവിൽ പതിരുകളെ മാറ്റുക എന്നുള്ള ഒരു നയമാണ് സ്വർഗം എല്ലാ കാലത്തും സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ ലൈവ് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ചില കാറ്റുകൾ, സാത്താന്റെ വകയായിട്ട് ചില പാറ്റുന്ന അനുഭവങ്ങളോ ഒരു കാറ്റുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. സാത്താൻ വീശിയാൽ പതിര് മാത്രമേ പോകത്തുള്ളൂ, സ്വർഗത്തിന് ആവശ്യമുള്ളതൊന്നും പോകത്തില്ല. അത് വളരെ വ്യക്തമാണ്. ഇപ്പം യേശു കർത്താവ് പറയാണ്, നിങ്ങൾ വീശരുതേ എന്ന് കർത്താവ് അപേക്ഷിച്ചില്ല, വീശാൻ പാടില്ല എന്ന് സാത്താനോട് നിർദ്ദേശിച്ചില്ല. എന്നാൽ യേശു പറയാണ്, നിങ്ങളുടെ വിശ്വാസം പോകാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചു. നിങ്ങളുടെ വിശ്വാസം പോകാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടെ നമ്മൾ വായിക്കുന്നു ലൂക്കോസ് സുവിശേഷം 22. ശീമോനെ, ശീമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ ശിഷ്യന്മാരെ കുറിച്ച് പറയാണ്, നിങ്ങളുടെ വിശ്വാസം പോകാതിരിക്കാൻ വേണ്ടി എന്നല്ല പറഞ്ഞത്. ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. ഇപ്പൊ യേശു കർത്താവ് ശീമോന് വേണ്ടി മാത്രമാണ് അപേക്ഷിക്കുന്നത്. മനസ്സിലാക്കും. ഈ 12 അപ്പോസ്തലന്മാരുണ്ട്. അപ്പോസ്തലന്മാരെല്ലാം പിശാച് വീശാൻ പോവാണ്. അപ്പൊ എല്ലാവർക്കും വേണ്ടി അപേക്ഷിക്കുന്നു എന്നല്ല പറഞ്ഞത്. ശീമോനെ, ശീമോനെ, ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്തിനാണ്? നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക.
അപ്പം പത്രോസിന് അതിപ്രാധാന്യമുള്ള ഒരു ചുമതല യേശു കർത്താവ് കൊടുക്കുകയാണ്. അതിപ്രധാനപ്പെട്ട ഒരു ചുമതല. നിന്നെ സാത്താൻ വീശും, നിന്നെ മാത്രമല്ല നിങ്ങളെല്ലാവരെയും വീശും. ആ ക്രൂശീകരണത്തിൻ്റെ സമയത്ത് എല്ലാവരും വീശപ്പെട്ടു, എല്ലാവരും പറന്നുപോയി, എല്ലാ ശിഷ്യന്മാരും ഓടി ഒളിച്ചു. യൂദാസ് തൂങ്ങിച്ചത്തു, മർക്കോസ് നഗ്നനായി ഓടി മറഞ്ഞു, പത്രോസ് തള്ളിപ്പറഞ്ഞു. ആ സമയത്ത് എല്ലാവരും പോയി. പക്ഷേ പത്രോസിനോട് പറയാണ്, നീ തിരിഞ്ഞു വന്ന ശേഷം നീ നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുക. അവനോട്, കർത്താവേ, ഞാൻ നിന്നോടുകൂടെ തടവിലാകാനും മരിപ്പാനും എല്ലാം ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പത്രോസ് സമ്മതിക്കത്തില്ല. സാത്താൻ വീശും എന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. ഇപ്പം ഇതൊരു ആവേശമാണ്. പുതുതായിട്ട് വിശ്വാസത്തിലേക്ക് വരുന്നവർക്കും അല്ലെങ്കിൽ പുതിയൊരു നവീകരണ അനുഭവത്തിലേക്ക് വരുന്നവർക്കും എല്ലാം ഉണ്ടാകുന്നൊരു ചിന്തയാണ്, ഇനി ഞാൻ ഒരിക്കലും പാപം ചെയ്യുകയില്ല, അല്ലെങ്കിൽ ഇനി ഞാൻ പെർഫെക്റ്റായിട്ട് ജീവിക്കും, ഇനി ഞാൻ ഒരിക്കലും വീണു പോവുകയില്ല, ഒരു തെറ്റും എനിക്ക് വരികയില്ല. ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കുകയാണ്. ഇങ്ങനെയുള്ള തീരുമാനങ്ങളെല്ലാം സോളിഷ് ഡിസിഷനാണ്. നമ്മുടെ ദേഹിയിൽ നമ്മളെടുക്കുന്ന തീരുമാനമാണ്, നമ്മുടെ ജഡത്തിൽ ആശ്രയിക്കുകയാണ്. നമുക്കങ്ങനെ നിൽക്കാൻ കഴിയും. പക്ഷേ മനുഷ്യർക്ക് അങ്ങനെ ഒരു തെറ്റും വരുത്താതെ ഒരു കുറവുമില്ലാതെ ജീവിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഒരു കുറ്റവും ചെയ്യാത്ത പെർഫെക്റ്റായ, യാതൊരു പരാജയങ്ങളും ജീവിതത്തിൽ സംഭവിക്കാത്ത ഒരു വ്യക്തിയെ കൊണ്ട് സഭ പണിയുവാനല്ല കർത്താവ് ആഗ്രഹിച്ചത്. വീഴ്ച എന്താണെന്ന് അറിയുന്ന, വീഴ്ചയുടെ ആഘാതം എന്താണെന്നറിയുന്ന, താഴ്ച എന്താണെന്ന്, തകർച്ച എന്താണെന്ന്, ഉടഞ്ഞു പോകുന്ന അനുഭവം എന്താണെന്ന് നന്നായി സ്വന്തമായി ഗ്രഹിക്കുന്ന ഒരുവൻ, അവനായിരിക്കണം തൻ്റെ സഭ പണിയേണ്ടത് എന്ന് കർത്താവ് ആഗ്രഹിച്ചു. കാരണം യാഗത്തിലല്ല, കരുണയിലാണ് കർത്താവ് പ്രസാദിക്കുന്നത്. മനുഷ്യജീവിതത്തിന്റെ കഷ്ടതയെക്കുറിച്ച് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: യാതൊരു കഷ്ടതയിലുമുള്ളവരെ ആശ്വസിപ്പിക്കേണ്ടതിന് അവൻ സകല കഷ്ടങ്ങളിലൂടെയും ഞങ്ങൾ കടന്നു പോകാൻ അനുവദിച്ചു. അപ്പം നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതകൾ, തകർച്ചകൾ, പാപപ്രലോഭനങ്ങൾ, പിന്മാറ്റങ്ങൾ, നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങൾ, ഇപ്പം ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ തെറ്റിദ്ധാരണയാണ്. ഒരുപാട് ആളുകളുടെ ചിന്ത ഒരു പെർഫെക്റ്റ് ലൈഫ് നയിക്കണമെന്നാണ്. അത് ക്രിസ്ത്യാനിറ്റി അല്ല, അത് റിയാലിറ്റിയുമല്ല. അപ്പോൾ ഒരു തെറ്റും വാക്കിലോ പ്രവൃത്തിയിലോ ചിന്തയിലോ ഒരു തെറ്റുമില്ലാതെ, ഒരു കുഴപ്പവുമില്ലാതെ, ഒരു കുറവുമില്ലാതെ ഒരു പെർഫെക്റ്റ് സ്വർണ്ണവിഗ്രഹമായി മാറാൻ പലരും ശ്രമിക്കുമ്പോൾ കർത്താവ് മൺപാത്രങ്ങളിൽ നിക്ഷേപം പകരുന്ന ദൈവമാണ്. മൺപാത്രങ്ങളെയാണ് കർത്താവ് അന്വേഷിക്കുന്നത്. അപ്പം അതുകൊണ്ട് പത്രോസ് തകരാൻ പോവാണ്. കർത്താവ് പറയാണ്, പത്രോസ്, നീ തകരും, നീ എന്നെ തള്ളിപ്പറയും, നീ എന്നെ തള്ളിപ്പറയേണ്ടി വരും. പക്ഷേ നിന്റെ വിശ്വാസം പോയിപ്പോകാതിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇത് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ പല തകർച്ചകളും കാണും, നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങൾ കാണും. നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു പെർഫെക്റ്റ് ലൈഫ് നയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകത്തില്ല. റിലേഷൻഷിപ്പ് ചിലപ്പോൾ ബ്രേക്കായി കാണും, നിങ്ങൾക്കത് മെയിൻറ്റെയിൻ ചെയ്യുവാൻ കഴിഞ്ഞു കാണുകയില്ല. നിങ്ങളൊരു പരാജയമാണെന്ന് നിങ്ങളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ അകത്തിപ്പോഴുമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ അകത്ത് ആ വിശ്വാസം നിൽക്കുകയാണ്, അതൊരിക്കലും പോകാൻ കർത്താവ് അനുവദിക്കുന്നില്ല. പത്രോസെ, നിന്റെ വിശ്വാസം, ശീമോനെ, നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ ഞാൻ അപേക്ഷിച്ചു. എന്താണ് ശീമോന്റെ വിശ്വാസം? അത് നമ്മൾ കാണുന്നത് മത്തായിയുടെ സുവിശേഷത്തിലാണ്, 16-ാം അധ്യായത്തിൽ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അവിടെ വായിക്കുമ്പം 16:16, ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബറിയോനെ ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഇത് ശിഷ്യന്മാർക്ക് എല്ലാവർക്കുമായിട്ട്, അപ്പോസ്തലന്മാർക്ക് എല്ലാവർക്കുമായിട്ട് നൽകുന്ന ഒരധികാരമോ
ഒരു അനുഗ്രഹമോ ഒരു വാഗ്ദാനമോ അല്ല. ഇറ്റ് വാസ് ഓൺലി ഫോർ പീറ്റർ, ഇറ്റ് വാസ് ഓൺലി ഫോർ സൈമൺ പീറ്റർ. സൈമൺ പീറ്ററിന് മാത്രമായി കർത്താവ് നൽകുന്ന ഒരു വാഗ്ദത്തമാണ്, ഒരനുഗ്രഹമാണ്, ഒരവകാശമാണ്, ഒരധികാരമാണ്. നിങ്ങൾ എന്നോട് കൂടെ ചേർന്നത് വായിച്ചു നോക്കുക. ക്ലിയർ ആയിട്ട് അവിടെ എഴുതിയിരിക്കും, ബറിയോനെ ശീമോനെ നീ ഭാഗ്യവാൻ. ഇപ്പൊ ശീമോൻ പത്രോസ് പറയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. യേശുവിനോട് ബറിയോനെ ശീമോനെ, ഇത് ഒരു റെവലേഷൻ ആണ്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൽ നിന്നുള്ള ഒരു റെവലേഷൻ, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൽ നിന്നുള്ള ഒരു വെളിപ്പാട്, അത് നിനക്ക് കിട്ടിയിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ മേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, ഇതിൻ്റെ മേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് നീ പത്രോസ് ആകുന്നു. ഇപ്പം ഇത് നമ്മൾ ഗ്രീക്കിലൊക്കെ വായിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന ഗ്രീക്കാണ്. നീ പത്രോസ് ആകുന്നു, പെട്രോസ് എന്നാണ് ഗ്രീക്കിൽ. നീ പെട്രോസ് ആകുന്നു, അടുത്ത് ഈ പാറമേ ഞാൻ എൻ്റെ സഭയെ പണിയും എന്നുള്ളതിൻ്റെ പെട്ര എന്നാണ്. അപ്പോൾ പെട്രോസ് എന്ന് പറഞ്ഞാൽ പാറ കഷണമെന്നും, പെട്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തട്ടുപാറ എന്നുമാണ്. ബെഡ് റോക്ക്, വലിയൊരു പാറ. അപ്പോൾ ആ വലിയൊരു പാറ, ആ പാറയിൽ ഈ പെട്രോസ് എന്ന് പറഞ്ഞാൽ ചെറിയ പാറ കഷണമാണ്. ഇങ്ങനെയാണ് ഗ്രീക്കിൽ വായിച്ചിട്ട് അർത്ഥം പറയുന്നത്. പക്ഷേ ആക്ച്വലി കർത്താവ് സംസാരിച്ച അരാമായ ഭാഷയാണ്. അപ്പം അരമായ ബൈബിളിൽ വായിക്കുമ്പോൾ, അരമായ ഭാഷയിൽ വായിക്കുമ്പം ആ ഒരു വ്യത്യാസമില്ല. അത് ഗ്രീക്കിലാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. അരമായ ഭാഷയിൽ വായിക്കുമ്പോൾ നീ കേഫായാകുന്നു, ഈ കേഫാമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, അത്രയാണ് കർത്താവ് പറഞ്ഞത്. അതാണ് ഒറിജിനലി എഴുതിയിരിക്കുന്നത്. പിന്നീട് ഗ്രീക്കിലേക്ക് വന്നപ്പോൾ ഗ്രീക്കല്ല ഇതിൻ്റെ ആധികാരികം, കാരണം കർത്താവ് ഗ്രീക്കിൽ സംസാരിച്ചിട്ടില്ല. കർത്താവ് സംസാരിച്ച അരമായ ഭാഷയിലാണ്. അരമായ ഭാഷയിൽ വായിക്കുമ്പോൾ നീ കേഫായാകുന്നു, ഈ കേഫാമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അപ്പം അതുകൊണ്ടാണ് കർത്താവ് സ്പെസിഫിക്കലി പറയുന്ന പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഈ പത്രോസ് പത്രോസിനെ തള്ളിപ്പറയാതെ ആക്കുവാൻ കർത്താവിന് കഴിയുമായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും കഴിയുമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും അഹങ്കാരിയായ മനുഷ്യനായി ഈ പത്രോസ് മാറിയനെ. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും അഹങ്കാരിയായ മനുഷ്യനായി, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരുടെ ഇടയിലെ ഏറ്റവും അഹന്തയുള്ളവനായി ഈ പത്രോസ് മാറിയനെ. അങ്ങനെ അഹന്തയുള്ളവരെ കൊണ്ട്, അഹന്ത ഭരിക്കുന്നവരെ കൊണ്ട് സഭ പണിയുവാനല്ല കർത്താവ് ആഗ്രഹിച്ചത്. കർത്താവേ, ഹനനയാഗങ്ങൾ നീ ഇച്ഛിച്ചില്ല, അല്ലെങ്കിൽ ഞാനത് അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദമില്ല. കർത്താവേ, തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയം നീ നിരസിക്കുന്നില്ല. അപ്പൊ തകർന്നു നുറുങ്ങിയിരിക്കുക, ബ്രോക്കൺ ആൻഡ് കോൺട്രൈറ്റ് ഹാർട്ടാണ് കർത്താവിന് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള സാക്രിഫൈസ്, ഹൃദയനുറുക്കം. അതാണ് നമ്മൾ സുറിയാനി സഭയുടെ അടിസ്ഥാനത്തിൽ കാണുന്നത്. സുറിയാനി സഭയുടെ ആരാധനയിൽ നിങ്ങൾ കാണുന്നത് ഇതാണ്, ഈ അനുതാപം. ഈ അനുതാപം വന്നിരിക്കുന്നത് ഈ പത്രോസിൽ നിന്നാണ്. കാരണം സഭയെ പണിതിരിക്കുന്നത് പത്രോസിലാണ്. പത്രോസിനോടാണ് കർത്താവ് ഇത് പറഞ്ഞത്. അത് പറയുമ്പോൾ തന്നെ അനുതാപത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അനുതാപത്തിലാണ്. കാരണം നമുക്കൊരിക്കലും ആ മനുഷ്യൻ സ്വന്തം ശക്തിയിൽ, ജഡത്തിന്റെ കഴിവിൽ ഒരിക്കലും ദൈവമുമ്പാകെ നിവർന്നു നിൽക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥനയിൽ ഈ സുറിയാനി കുർബാനയിൽ കേൾക്കുന്ന സ്തൗമൻ കാലോസ് എന്ന് കേൾക്കുന്നത്. സ്തൗമൻ കാലോസ് എന്ന് പറയുന്നതിന്റെ അർത്ഥം നാം എല്ലാവരും നല്ലവണ്ണം നിൽക്കണമെന്നാണ്. നാം എല്ലാവരും നേരെ നിൽക്കണം, സ്ട്രെയിറ്റ് ആയിട്ട്, അപ്രൈറ്റ് ആയിട്ട്, വിതൗട്ട് എനി ബ്ലെമിഷ്, വിതൗട്ട് എനി ഫോൾട്ട്, വിതൗട്ട് ഹാവിങ് എനി കൈൻഡ് ഓഫ് ഗിൽറ്റ് കോൺഷ്യസ് ഓർ എനിത്തിങ്, എ ക്ലീൻ കോൺഷ്യസ്. അപ്പോൾ ഇതാണ് നമുക്കൊരു ശുദ്ധ മനസാക്ഷിയോടുകൂടെ, പാപരഹിതമായി, പാപമംഗലമായ ജീവിതത്തോടുകൂടെ നേരെ നിൽക്കണം. അതാണ് റിക്വിസിഷൻ, അതാണ് ന്യായപ്രമാണത്തിന്റെ റിക്വസിഷനാണ്. സ്തൗമൻ കാലോസ് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രതിവാക്യം കുറിയലൈസോൻ എന്നാണ്, കർത്താവെ കരുണ ചെയ്യണമേ. ടോട്ടലി ഐ റിലൈ അപ്പോൺ യുവർ കൈൻഡ്നസ് ആൻഡ് യുവർ മേഴ്സി ആൻഡ് യുവർ ഗ്രേസ്. ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ സോള്. നോട്ട് ഓൺ മൈ മെറിറ്റ്സ് ബട്ട് ഓൺ യുവർ ഗ്രേസ്. എൻ്റെ ആ കഴിവിലല്ല, നിന്റെ കൃപയിലാണ്. അപ്പം ഒന്നാമത്തെ അപ്പസ്തോലിക അധ്യക്ഷനായിരിക്കുന്ന പത്രോസിനെ അനുതാപത്തിൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. അനുതാപത്തിൽ നിറഞ്ഞവനാക്കി, കണ്ണുനീരുള്ളവനാക്കുന്ന, അനുതാപമുള്ളവനാക്കുന്ന. അപ്പൊ അനുതാപത്തോടുകൂടെ വേണം അവൻ സഭയെ പണിയുവാൻ. അതുകൊണ്ടാണ് കർത്താവ് അതിനെ അനുവദിച്ചത്.
അനുതാപത്തോടുകൂടി. എന്നിട്ട് പറയാണ്, നീ തിരിഞ്ഞു വന്ന ശേഷം നിന്റെ ആ അനുതാപത്തിൽ നീ നിന്റെ സഹോദരന്മാരെ ഉറപ്പിക്കണം. നീ നിന്റെ സഹോദരന്മാരെ ഉറപ്പിക്കണം. അപ്പൊ ഈ സത്യവിശ്വാസം അപ്പോസ്തലനായ പത്രോസാണ് ഏറ്റുപറഞ്ഞത്. പത്രോസ് ഏറ്റുപറഞ്ഞ ആ സത്യവിശ്വാസത്തിന്റെ മേലാണ് കർത്താവായ ഈശോ തൻ്റെ സഭയെ പണിതിരിക്കുന്നത്. കർത്താവായ ഈശോ തൻ്റെ സഭയെ പണിതിരിക്കുന്നത്. ഇപ്പൊ സാത്താൻ അവനെ വീശിയെങ്കിലും, സാത്താൻ അവനെ തള്ളിയെങ്കിലും യേശു കർത്താവ് അവനെ കൈവിടുകയല്ല. നമ്മൾ ചിലപ്പോൾ വീണ് പോയെന്ന് ഓർക്കും. വീണുപോയെന്ന്, വലിയൊരു ക്ലിഫിന്റെ മുകളിൽ നിന്ന്, വലിയൊരു പാറക്കെട്ടിന്റെ മുകളിൽ നിന്ന് നമ്മൾ കാല് സ്ലിപ്പായി താഴേക്ക് വീഴുകയാണ്. താഴേക്ക് വീഴുമ്പോൾ നമ്മൾ താഴേക്ക് പാഞ്ഞ് 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 താഴേക്ക് വന്ന് പാറക്കെട്ടിൽ നമ്മൾ ഉടൻ തന്നെ തല തല്ലി ചിതറി എല്ലാം അവസാനിച്ചു എന്ന് വിചാരിക്കും. പക്ഷേ നമ്മുടെ അരയിൽ കർത്താവ് ഒരു സ്നേഹത്തിന്റെ ചരടിനെ കെട്ടിയിട്ടുണ്ട്. അതിങ്ങനെ അയഞ്ഞു പോന്നുകൊണ്ടിരിക്കുക നമ്മൾ താഴോട്ട് പോരുമ്പോൾ. പക്ഷെ നമ്മൾ ആ റോക്ക് ബോട്ടത്തിൽ ഹിറ്റ് ചെയ്ത് നമ്മൾ തകരുന്നതിന് തൊട്ട് മുമ്പ് ആ സ്നേഹത്തിന്റെ ചരട് നമ്മളെ പൊക്കിപ്പിടിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ പലതവണ നിങ്ങൾ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. എല്ലാം തകർന്നു, എല്ലാം നശിച്ചു, ഇനി പ്രതീക്ഷയില്ല എന്ന് വിചാരിക്കുന്ന ആ ഘട്ടം വരുമ്പം പെട്ടെന്ന് ആ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ചരട് നമ്മളെ പൊക്കിയെടുക്കും. ഇതാണ് പത്രോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. അവൻ പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞു. അങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. യേശു കർത്താവിനെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശീമോൻ പത്രോസ് അത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നീയും അവരുടെ കൂടെ ഉള്ളവനല്ലയോ എന്ന് ചോദിച്ചു. ആ ചോദ്യത്തിന് പത്രോസ് അല്ല, ഞാൻ അവനെ അറിയുന്നില്ല 3 വട്ടം തള്ളിപ്പറയുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. 3 വട്ടം തള്ളിപ്പറയുന്നതായിട്ട്. വാദോ തൽമീനോ എന്ന് പറഞ്ഞ് നോയമ്പിന്റെ സമയത്തൊരു ശുശ്രൂഷയുണ്ട് സഭയിൽ. അതിനകത്ത് വായിക്കുന്ന ഒരു വായനാഭാഗത്തിൽ ഇങ്ങനെയുണ്ട്: ശീമോൻ പത്രോസ് പുറത്തെ വാതുക്കൽ ഇരുന്നു കൊണ്ട് കരഞ്ഞു പറയുന്നത് എന്തെന്നാൽ, സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ ഞാൻ നഷ്ടപ്പെടുത്തിയതുകൊണ്ട് ആകാശവും ഭൂമിയും എന്നെക്കുറിച്ച് കരയും. എൻ്റെ ഗുരു, ഞാൻ നിന്റെ ശിഷ്യനാകുന്നു, നിന്റെ വാതിൽ എനിക്ക് തുറന്നു തരണമേ. ഇത് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഇത് സുറിയാനി സഭയുടെ പാരമ്പര്യത്തിലുള്ള ഒരു പ്രയറാണ് പത്രോസ് പ്രാർത്ഥിച്ചായിട്ട് പറയുന്നത്. അതായത് യേശുവിനെ തള്ളിപ്പറഞ്ഞതിന് ശേഷം കർത്താവ് ശീമോൻ പത്രോസ് പുറത്തെ വാതുക്കൽ ഇരുന്നു കൊണ്ട് കരഞ്ഞു പറയുന്നത് എന്തെന്നാൽ, സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ ഞാൻ നഷ്ടപ്പെടുത്തിയത് കൊണ്ട് ആകാശവും ഭൂമിയും എന്നെക്കുറിച്ച് കരയും. എൻ്റെ ഗുരു, ഞാൻ നിന്റെ ശിഷ്യനാകുന്നു, നിന്റെ വാതിൽ എനിക്ക് തുറന്നു തരണമേ. ഇതാണ് അനുതാപം. അതുകൊണ്ടാണ് ഈ ശുശ്രൂഷയിൽ നമ്മൾ ഏത് പാട്ടായാലും പ്രാർത്ഥനയായാലും എല്ലാം നിങ്ങൾ കാണുന്ന അനുതാപത്തിനാണ് പ്രാധാന്യം കാണുന്നത്. അഹങ്കാരത്തിനല്ല, അഹന്തയ്ക്കല്ല. എപ്പോഴും അനുതാപമാണ്. കാരണം മനുഷ്യൻ അവനിൽ തന്നെ ഇൻസഫിഷ്യൻ്റ് ആണ്. കാരണം ഒരിക്കലും നമുക്ക് ദൈവസന്നിധി നേരെ നിൽക്കാൻ നമ്മുടെ ശക്തി കൊണ്ട് കഴിയത്തില്ല, നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ട് കഴിയത്തില്ല. അതാണ് യേശു കർത്താവിൻ്റെ കൂടെ ഫിസിക്കലി 3.5 വർഷം അസോസിയേറ്റ് ചെയ്ത് നടന്നാണ് പത്രോസ്. നിങ്ങൾക്ക് പലപ്പോഴും റോങ് ആയിട്ടുള്ള സ്പിരിച്വാലിറ്റി ഉണ്ട്, അതിനുള്ള ആഹ്വാനങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ റോങ് സ്പിരിച്വാലിറ്റിയുടെ ഡിമാൻഡ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ച് പരാജയപ്പെടുന്നു ഒരുപാട് ആളുകൾ എനിക്ക് അങ്ങനെ മെസ്സേജുകൾ അയക്കാറുണ്ട്. ആത്മീയതയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയാണ്. ഇനി ഞാൻ ഒരിക്കലും ദൈവത്തിൽ നിന്ന് വേർപെട്ടാണ്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഇന്ന് നിങ്ങൾ ഒരുപക്ഷെ ബലഹീനതയിൽ, പാപത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തകർച്ചകൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അത് നിങ്ങൾ കർത്താവിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതുകൊണ്ടാണ്. നിങ്ങൾ സ്വന്തം ശക്തിയിൽ ന്യായപ്രമാണത്തിന്റെ ആവശ്യങ്ങളെ ഫുൾഫില്ല് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഗലാത്യക്കാർക്ക് എഴുതുമ്പോൾ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറയുന്നതാണ്, നിങ്ങൾ ജഡത്തിന്റെ പ്രവൃത്തികളെ ന്യായപ്രമാണത്തിന്റെ ഡിമാൻഡുകളെ പൂർത്തീകരിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോകും. അപ്പോൾ ഒരു കാരണവശാലും സുറിയാനി സഭയിലെ ഒരു വിശ്വാസിയും ഒരു പട്ടക്കാരനും ഒരു മേൽപ്പട്ടക്കാരനും ആ കൃപയിൽ നിന്ന് വീണു പോകരുത്. അതാണ് ഏറ്റവും വലിയ വീഴ്ച. മറ്റു വീഴ്ചകളൊന്നുമല്ല, കൃപയിൽ നിന്ന്. അതുകൊണ്ട് ഒരാളും കൃപയിൽ നിന്ന് വീണു പോകാതിരിക്കാനാണ് ആ പ്രാർത്ഥനയിൽ തുടർമാനമായി ഈ കുറിയലൈസോൻ എന്ന് ചേർത്ത് വെച്ചിരിക്കുന്നത്. ഓരോ പ്രാവശ്യവും കുറിയലൈസോൻ എന്ന്
നമ്മൾ ഏറ്റുപറയുമ്പോൾ നിങ്ങളത് ഹൃദയനുറുക്കത്തോടെ ശബ്ദം ഉയർത്തി തന്നെ പറയണം. കാരണം കുറിയലൈസോൻ എന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുകയാണ് ആ അപ്പോസ്തലനായ പത്രോസിന്റെ ആ അനുതാപത്തിൽ സ്ഥാപിക്കപ്പെട്ട സഭയാണ്. അപ്പം ആ അനുതാപത്തിലേക്ക് നമ്മളെ തന്നെ വീണ്ടും റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിൽ നിന്നൊരിക്കലും മാറിപ്പോകുന്നില്ല. കാരണം വി ആർ ഹെൽപ്ലെസ്. അപ്പോൾ സ്തൗമൻ കാലോസ് എന്നുള്ള ആ ഡിമാൻഡിനെ അത് സ്വർഗത്തിൽ നിന്നുള്ള ഒരു മുഴക്കമായിട്ട് നമുക്ക് ഗവനിക്കാം. പക്ഷെ ആ ഡിമാൻഡിനെ ഒരിക്കലും മീറ്റ് ചെയ്യാനോ ഫുൾഫിൽ ചെയ്യാനോ നമുക്ക് കഴിവില്ലെന്നുള്ളതാണ്. നമ്മൾ അതിനെ സമ്മതിക്കുന്നതാണ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് കൺഫെഷൻ. അത് കർത്താവിൻ്റെ കരുണയിലാണ്. കാരണം പത്രോസിന് പോലും അത് സാധിച്ചില്ല. ഞാൻ പറഞ്ഞ അതാണ്, ഫിസിക്കലി 3.5 വർഷം യേശുവിൻ്റെ കൂടെ നടന്ന, യേശുവിൻ്റെ പ്രസംഗങ്ങളെല്ലാം നേരിട്ട് കേട്ട, യേശുവിൻ്റെ അത്ഭുതങ്ങൾ നേരിട്ട് കണ്ട, ഏറ്റവും കൂടുതൽ കർത്താവിനോട് ചേർന്ന് അസോഷ്യേറ്റ് ചെയ്ത ആ പത്രോസിന് പലപ്പോഴും നമ്മൾ വിചാരിക്കും ഈ പത്രോസിനെ യേശു കാണുന്നത് ആ പടകിൽ മീൻ പിടിക്കാൻ വരുമ്പം, അതായത് ശീമോനുള്ള പടകിൽ കയറി ശീമോനെ നീ പടക് അങ്ങോട്ട് നീക്ക് എന്ന് പറയുന്നു. അപ്പോഴാണ് പത്രോസിനെ ആദ്യം യേശു കർത്താവ് കാണുന്നത് എന്നൊരു ചിന്ത നമുക്ക് പലപ്പോഴും വരും. പക്ഷേ സത്യത്തിൽ അതിനു മുമ്പ് തന്നെ യേശുവിന് പത്രോസിനെ അറിയാം. പത്രോസിന് യേശുവിനെ അറിയാം. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം വായിക്കുമ്പോൾ യോഹന്നാൻ പറഞ്ഞത് കേട്ട് 40-ാം വാക്യം, യോഹന്നാൻ 1:40, യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച 2 പേരിൽ ഒരുത്തൻ ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. അവൻ തന്റെ സഹോദരനായ ശീമോനെ ആദ്യം കണ്ട അവനോട്, ഞങ്ങൾ മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കണ്ടു, മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി, നീ യോഹന്നാന്റെ പുത്രനായ ശീമോനാകുന്നു, നിനക്ക് കേഫ എന്ന പേരാകും എന്ന് പറഞ്ഞു. അത് പത്രോസ് എന്നാകുന്നു. ഇതാ ഞാൻ പറഞ്ഞേ, കേഫ എന്ന് പേരാകും. ഇത് സുറിയാനി ഭാഷയാണ്. കേഫ എന്ന് പേരാകും. യേശു പത്രോസിനെ യഥാർത്ഥത്തിൽ വിളിച്ചത് കേഫ എന്നാണ്. അതിന്റെ ഗ്രീക്ക് ഭാഷാന്തരമാണ് പത്രോസ്. അപ്പൊ നീ കേഫായാകുന്നു, ഈ കേഫാമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അതാണ് യേശു പറഞ്ഞത്. മത്തായി 16:16 പറഞ്ഞത്, നീ കേഫായാകുന്നു, ഈ കേഫാമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ഇത് വളരെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഈ കേഫ എന്ന് പറഞ്ഞ യഹൂദന് വളരെ പ്രാധാന്യമുള്ളൊരു വാക്കാണ്. അത് പഴയ നിയമത്തിൽ ദൈവത്തിന് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. പഴയ നിയമ തിരുവെഴുത്തുകൾ ഇപ്പോൾ ആവർത്തന പുസ്തകം വായിച്ചാലും പുറപ്പാട് പുസ്തകം വായിച്ചാലും സങ്കീർത്തനങ്ങളിൽ ഉടനീളവും നിങ്ങൾക്ക് കാണാം. പക്ഷെ നമ്മുടെ ബൈബിളിൽ വായിക്കുമ്പം അത് പാറ എന്നാണ് തർജ്ജിമ ചെയ്തിരിക്കുന്നത്. അപ്പം എൻ്റെ പാറയായുള്ളവേ എന്നൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും. ഞാൻ നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലുമായിരുന്നു. ദാവീദ് പറയുകയാണ്, നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലുമായിരുന്നു. നമുക്കറിയാം ദാവീദിന്റെ ജീവിതം എങ്ങനെയാണ് കുഴഞ്ഞ ചേറ്റിലേക്ക് പോകുന്നത്. പക്ഷേ ഞാൻ നിന്നെ നോക്കി നിലവിളിച്ചു, നിന്റെ കരങ്ങൾ എന്നെ പിടിച്ചുയർത്തി, എന്നിട്ട് എവിടെ കൊണ്ട് നിർത്തി? ആ പാറമേൽ കൊണ്ട് നിർത്തി. അപ്പം ഈ പാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേഫയാണ്. അപ്പം യേശു കർത്താവ് ഇപ്പൊ പഴയ നിയമത്തിൽ പലപ്പോഴും ആളുകൾക്ക് പുതിയ പേര് ദൈവം കൊടുക്കുന്നുണ്ട്. ദൈവം മീറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയാണ്. അബ്രാമിനെ ദൈവം മീറ്റ് ചെയ്ത് പറയാണ്, അബ്രാം, henceforth you shall be called Abraham. നീ അബ്രഹാം എന്നാണ്. അതിന്റെ പേര് മാറ്റുകയാണ്. സാറായി പേര് മാറ്റുന്നത് പഴയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേരുമാറ്റം യാക്കോബിന്റെ പേരുമാറ്റമാണ്. ഉപായി എന്ന് ഉള്ള യാക്കോബിന്റെ പേര് വെളുക്ക സമയമായപ്പോൾ യബ്ബോക്കിന്റെ കടവിൽ വെച്ച് ദൈവം തമ്പുരാൻ അവന്റെ പേര് മാറ്റിക്കൊടുക്കുകയാണ്. നീ ഇസ്രായേൽ. ഇന്നും ലോക രാജ്യങ്ങളിൽ അധികാരത്തിന്റെ ഇടനാഴികളിൽ പ്രതിധ്വനിക്കുകയാണ് ഇസ്രായേൽ. ഒരു പേരുമാറ്റമാണ്. അതുപോലെ കർത്താവ് കാണുന്നവരുടെ പേരുകൾ മാറ്റിക്കൊടുക്കുകയാണ്. അപ്പൊ ഇവനെ ആദ്യം കണ്ടപ്പോഴേ ഇവനെ ശിഷ്യനായിട്ട് വിളിച്ചിട്ടില്ല, തെരഞ്ഞെടുത്തിട്ടില്ല, പ്രൊഫസിയാണ്. അവനോട് പറയാണ്, നീ കേഫ, നിനക്ക് കേഫ എന്ന് പേരാകും. എന്നുവെച്ചാൽ കേഫ എന്ന് പറഞ്ഞാൽ ആരാണ്? കേഫ എന്ന് പറഞ്ഞാൽ ദൈവമാണ്. കേഫ എന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്ന യേശു കർത്താവ് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പൗലോസ് ശ്ലീഹായുടെ ലേഖനങ്ങൾ വായിക്കുമ്പം ക്രിസ്തു യേശു എന്ന അടിസ്ഥാനം. അപ്പൊ തന്നെ പത്രോസ് എഴുതുമ്പോൾ പറയുന്നുണ്ട്, ക്രിസ്തു എന്ന മൂലക്കല്ലോട് ചേർത്ത് ജീവനുള്ള കല്ലുകളായി നമ്മൾ സഭയായി ആത്മീക ഗൃഹമായി പണിയപ്പെടുന്നു. അപ്പൊ ക്രിസ്തുവാണ് ഈ പാറ.
അപ്പോൾ പത്രോസ് പാറയാണോ അല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഡിബേറ്റ് ഒരു 5 വർഷം മുമ്പ് ഉണ്ടായിരുന്നു ഈ ഫേസ്ബുക്കിൽ. ഞാനൊക്കെ ഉണ്ടായിരുന്നതിനകത്ത് ഞാനൊക്കെ പോയി തലങ്ങും വിലങ്ങും ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ പത്രോസ് പാറയാണോ അല്ലയോ? അപ്പം പത്രോസ് അല്ല പാറ, യേശുക്രിസ്തുവാണ് പാറ. യേശുക്രിസ്തുവാണ് പാറ. പഴയ നിയമത്തിലുള്ള ദൈവത്തിനുള്ള പേരാണ് പാറ. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കോൺസെപ്റ്റുകൾ മാറുകയാണ്. അത് ഞാൻ ഇന്നാൾ യോഹന്നാന്റെ സുവിശേഷം 17:22 വായിച്ചു. പഴയ നിയമത്തിൽ യെശയ്യാ പ്രവചനം വായിക്കുമ്പോൾ എൻ്റെ മഹത്വം ഞാൻ മറ്റൊരുത്തനും എൻ്റെ സ്തുതി ഞാൻ വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല എന്നാണ് പഴയ നിയമ തിരുവെഴുത്ത് വായിക്കുന്നത്. എന്നാൽ യോഹന്നാൻ 17:22 വരുമ്പോൾ നമ്മൾ വായിക്കുന്നത്, പിതാവേ നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ ഇവർക്ക് കൊടുക്കുകയാണ്, ഞാൻ ആ മഹത്വം ഷെയർ ചെയ്യുകയാണ്. പത്രോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ അവന്റെ ദിവ്യ സ്വഭാവത്തിൽ പങ്കാളികളാക്കേണ്ടതിന് അവൻ നമ്മെ വിളിച്ചിരിക്കുകയാണ്. നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. എന്തിനാണ്? ടു ബി ദ പാർട്ടേക്കേഴ്സ് ഓഫ് ഹിസ് ഡിവൈൻ നേച്ചർ. യേശുവിന്റെ ദൈവ സ്വഭാവത്തിൽ പങ്കാളിത്തം തരികയാണ്. അതുകൊണ്ട് ഈ ശീമോനെ ആദ്യം കാണുമ്പോൾ യേശു കർത്താവ് ശീമോനെ നോക്കി, നീ യോഹന്നാന്റെ പുത്രനായ ശീമോനാകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ പേരാണ്. യേശു കർത്താവ് സ്വന്തം പേരാണ് ശീമോന് കൊടുക്കുന്നത്. ഞാനാണ് കേഫ, പക്ഷേ നീ കേഫായാകും. ഇതാണ് ദൈവത്തിന്റെ പ്രതിപുരുഷ സ്ഥാനം. അത് പൗരോഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അത് പൗരോഹിത്യം നമ്മുടെ അതിൻ്റെ 2ാം ഭാഗം ഇപ്പോഴും പെൻഡിങ്ങിലാണ്. നമ്മൾ ഉടൻ തന്നെ അതിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഈ ഭാഗം കൂടുതലായിട്ട് ചിന്തിക്കും. അപ്പം യേശു കർത്താവ് എങ്ങനെയാണ് പൗരോഹിത്യം വരുന്നത്? അപ്പം യേശു കർത്താവ് സ്വന്തം പേര് ഷെയർ ചെയ്യുകയാണ്, സ്വന്തം പേരാണ് കൊടുക്കുന്നത്. ഈ കേഫ എന്ന് പറഞ്ഞാൽ യേശുവാണ്. ആ കേഫ എന്ന പേര് പത്രോസിന് കൊടുക്കുകയാണ്, നീ കേഫായാകും. അപ്പം അവിടുന്ന് നമ്മൾ തുടർച്ചയായിട്ട് സുവിശേഷങ്ങളിലൂടെ പോകുമ്പോൾ ഇവിടെ പറയാണ്, കർത്താവ് സ്വന്തം പേരിനെ ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നീ കേഫയാണ്. ആരാണ് കേഫ യഥാർത്ഥത്തിൽ? യഥാർത്ഥത്തിൽ കേഫ യേശുവാണ്. പക്ഷെ യേശു പറയാണ് നീ കേഫായാകും. ഇത് സംഭവിക്കുന്നത് യേശു അവൻ്റെ പടയിൽ വന്ന് മീൻ പിടിച്ച് അവനെ മനുഷ്യരെ പിടിക്കാൻ വേണ്ടി വിളിക്കുന്നതിന് മുമ്പ് പറഞ്ഞതാണ്. മത്തായിയുടെ സുവിശേഷം 16:16 നമ്മൾ വായിച്ചു, അവൻ്റെ വിശ്വാസ പ്രഖ്യാപനം നമ്മൾ കാണുന്നുണ്ട്. വിശ്വാസത്തെ പ്രഖ്യാപിച്ചു. അപ്പോൾ പറഞ്ഞു, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് ഇത് നിനക്ക് വെളിപ്പെടുത്തിയത്. ഇനി മത്തായിയുടെ സുവിശേഷം 16:16 അത് സംഭവിച്ചത്. എന്നാൽ 17 അധ്യായത്തിലേക്ക് വരുമ്പോൾ 24 വാക്യം, അവർ കഫർനഹൂമിലെത്തിയാറെ ദിദ്രഹ്മപ്പണം വാങ്ങുന്നവർ പത്രോസിന്റെ അടുക്കൽ വന്നു, നിങ്ങളുടെ ഗുരു ദിദ്രഹ്മപ്പണം കൊടുക്കുന്നില്ലയോ എന്ന് ചോദിച്ചു. നിങ്ങൾ മനസ്സിലാക്കുന്ന അവിടെ എല്ലാവരും പത്രോസിനെയാണ് സമീപിക്കുന്നത്. ഹി വാസ് ദ സ്പോക്സ് പേഴ്സൺ. വേറെ ശിഷ്യന്മാരുണ്ടെങ്കിലും ഈ ടെമ്പിൾ ടാക്സ് കളക്ട് ചെയ്യുന്നവരും പത്രോസിനോടാണോ എന്ന് ചോദിക്കും. ഊവെന്നവൻ പറഞ്ഞു. അവൻ വീട്ടിൽ വന്നപ്പോൾ യേശു അവനോട്, ശീമോനെ നിനക്കെന്ത് തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ ആരോട് വാങ്ങുന്നു? പുത്രന്മാരോടോ അന്യരോടോ എന്ന് മുന്നിട്ട് ചോദിച്ചതിന് അന്യരോടെന്നവൻ പറഞ്ഞു. യേശു അവനോട്, എന്നാൽ പുത്രന്മാർ ഒഴിവുള്ളവരല്ലോ, എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്കുക. അതിൻ്റെ വായ തുറക്കുമ്പോൾ ഒരു ചതുർദ്രഹ്മ പണം കാണും, അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞു. വളരെ ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ പിരിക്കുന്ന ആരോടാണ്? പുത്രന്മാരോടാണോ അന്യന്മാരോടാണോ? ഇപ്പൊ പത്രോസ് പറയുകയാണ് പുത്രന്മാരോടാണ്. പുത്രന്മാർ ഒഴിവുള്ളവരാണ്, അന്യന്മാരോടാണ് കരം പിരിക്കുന്നത്. അപ്പൊ യേശു പറയാണ്, അപ്പൊ ദൈവത്തിന്റെ നികുതി, ദൈവത്തിനുള്ള നികുതി, ദൈവത്തിന്റെ മകനാണ് യേശു കർത്താവ്. അപ്പൊ ദൈവത്തിന്റെ മകൻ, ദൈവപുത്രൻ എന്ന നിലയ്ക്ക് ഐ ആം എക്സംപ്റ്റഡ്, ഞാൻ ഒഴിവുള്ളവനാണ്, എനിക്ക് ദൈവാലയ നികുതി കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ വാട്ട് അബൌട്ട് ഹിസ് ഡിസൈപ്പിൾസ്? അവൻ്റെ ശിഷ്യന്മാരെ സംബന്ധിച്ച് അവരെല്ലാം ഓൾറെഡി ടാക്സ് കൊടുത്തു. പക്ഷെ പത്രോസിനോട് പറയാം, എന്നാൽ നാം ഒഴിവുള്ളവരാണ്. ആരാണ്? ഞാനും നീയും ഒഴിവുള്ളവനാണ്. അപ്പൊ പത്രോസിനുള്ള പ്രത്യേക പദവിയാണ് നമ്മളിവിടെ കാണുന്നത്. അവിടെ പത്രോസ്, ഞാനും നീയും ഒഴിവുള്ളവനാണ്.
കാരണം ഓൾറെഡി കർത്താവിൻ്റെ പേര് അവന് കൊടുത്തു, കേഫ എന്ന പേര് അവന് കൊടുത്തു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ്, ഇവിടെ ടാക്സ് എത്രയാണ്? 2 ദ്രഹ്മയാണ്. 2 ദ്രഹ്മയാണ് ഓരോ ഇസ്രായേൽ പുരുഷനും ദൈവാലയത്തിന് കൊടുക്കേണ്ട നികുതി. വാർഷിക നികുതിയാണ്, 2 ദ്രഹ്മ കൊടുക്കണം. അപ്പൊ ഈ 2 ദ്രഹ്മ ആളൊന്നിന് ആളോഹരി കൊടുക്കണ്ടേ, ഒരു തലയൊന്നിന് 2 ദ്രഹ്മ. അപ്പൊ പത്രോസിന്റെ 2 ദ്രഹ്മ, യേശുവിന്റെ 2 ദ്രഹ്മ. അപ്പൊ നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടയിടുക. ചൂണ്ടയിട്ട് കഴിയുമ്പോൾ നിനക്ക് അവിടെ നിന്ന് ആ മീൻ്റെ വായിൽ നിന്ന് 2 നാണയം കിട്ടും. 2 ദ്രഹ്മയുടെ കോയിനുണ്ട്. അപ്പോൾ 2 ദ്രഹ്മയുടെ 2 കോയിൻ കിട്ടും. ആ 2 കോയിൻ എടുത്ത് നമ്മുടെ ടാക്സ് കൊണ്ട് കൊടുക്ക്. അങ്ങനെയല്ല യേശു പറഞ്ഞു. യേശു പറയാണ്, നീ കടലിലേക്ക് ചെല്ലുക, നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടയിടുക. ആദ്യം കിട്ടുന്ന മീൻ്റെ വായ തുറക്കുക. അതിനകത്ത് 2 ദ്രഹ്മയല്ല കാണുന്നേ, ഒരു ചതുർദ്രഹ്മ പണം കാണും. എന്ന് പറഞ്ഞാൽ 4 ദ്രഹ്മയുടെ 1 കോയിൻ കാണും. 4 ദ്രഹ്മയുടെ 1 കോയിൻ കാണും എന്ന് പറഞ്ഞാൽ യേശു പറയാണ്, പത്രോസിന്റെ ടാക്സും യേശുവിന്റെ ടാക്സും കൂടെ ഒറ്റ കോയിനാക്കുകയാണ്. ഒറ്റ കോയിൻ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ അധികാരവും പത്രോസിന്റെ അധികാരവും നോ വ്യത്യാസം. അതാണ് സ്വന്തം പേര് ഷെയർ ചെയ്ത് കൊടുത്തു. അത് നമ്മളിപ്പോൾ കേരളത്തിലിരിക്കുമ്പോൾ അത് മനസ്സിലാകത്തില്ല. പക്ഷെ അന്നത്തെ ആ പശ്ചാത്തലത്തിൽ നമ്മൾ ആ പേര് ഷെയർ ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം, ഒരിക്കൽ ഞാൻ ദൈവത്തിൻ്റെ നാമത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, അന്ന് കുറച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നെയിം ഷെയറിംഗ് ആണ്. നെയിം വാസ് ഗിവൺ. അവൻ്റെ നാമം നമുക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ നമ്മുടെ പ്രാർത്ഥനയിലുണ്ട്. അതിൻ്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന് മനസ്സിലാക്കണം. ഇവിടെ പത്രോസിന് ഈ നാമം വിളിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി മുതൽ ഞാനും നീയും 2 അല്ല. ഞാനും നീയും തമ്മിൽ വ്യത്യാസമില്ല, അകലമില്ല. അതുകൊണ്ട് 2 ദ്രഹ്മയുടെ 2 കോയിനായിട്ട് ആ ടാക്സ് കൊടുക്കാതെ സ്പെസിഫിക്കലി പത്രോസിനെ അഷ്വർ ചെയ്യുകയാണ്. നീ ഒട്ടും കുറഞ്ഞവനല്ല. കാരണം നമ്മൾ 2 അധികാരമാണ്, നമ്മൾ എക്സംപ്റ്റഡ് ആണ്, നമ്മൾ ഒഴിവുള്ളവരാണ്. എങ്കിലും അവർ കിടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ ചെന്ന് ചൂണ്ടയിടുക. ആ മീൻ്റെ വായിൽ നിന്ന് നിനക്കൊരു ചതുർദ്രഹ്മ പണമായിരിക്കും കിട്ടുന്ന, ഒരൊറ്റ സിംഗിൾ കോയിൻ കിട്ടും. പത്രോസിന്റെയും യേശുവിന്റെയും കൂടെ ടാക്സ് ഒരുമിച്ച് കൊടുക്കുക. ഇതാണ് ഞാൻ പറഞ്ഞത്, ആ പ്രൈമസി ഓഫ് പീറ്റർ എന്നുള്ള വിഷയമാണ്. പത്രോസിന്റെ ആ പ്രാധാന്യം നമ്മൾ ഇവിടെ കാണുന്നത്. നമ്മളിപ്പോൾ സഭയുടെ ചിന്തകളിലൂടെ പോകുമ്പോൾ സുറിയാനി സഭയുടെ ചിന്തകളിൽ പോകുമ്പോൾ ധാരാളം സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. പത്രോസിന്റെ പ്രാധാന്യത്തെ സഭാപിതാക്കന്മാർ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അഫ്രഹാത്ത് ധാരാളം സ്ഥലങ്ങളിൽ എഴുതിയിട്ടുണ്ട് പത്രോസിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. അഫ്രഹാത്ത് എഴുതിയിരിക്കുന്നത് യേശു മശീഹ സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ പത്രോസിനെ ഏൽപ്പിച്ചിട്ട് തന്നെ അയച്ചവന്റെ അടുക്കിലേക്ക് കയറിപ്പോയി എന്നാണ്. ധാരാളം സ്ഥലങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാർ അപ്രേം, ഹാർപ്പ് ഓഫ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ കിന്നരം എന്ന് സഭ വിശേഷിപ്പിക്കുന്ന അപ്രേം ധാരാളം കീർത്തനങ്ങളിൽ ഈ പത്രോസിന്റെ പ്രാധാന്യം എഴുതിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ എടുത്തുദ്ധരിക്കുന്നില്ല. ധാരാളം സ്ഥലങ്ങളിൽ അത് നമുക്ക് കാണുവാൻ കഴിയും. പിന്നെ നമുക്ക് പ്രാർത്ഥനകളിലും പാട്ടുകളിലും എല്ലാം നമുക്ക് കേൾക്കാൻ പറ്റും. പരിപാവന സഭയെ വാനോൻ കാന്തൻ വേട്ടൊരു നേരം ശീമോൻ യോഹന്നാൻ എന്നിവരെ ആഹ്വാനം ചെയ്യേൽപ്പിച്ചേവം വീടും ഭരണം ശീമോനെ സുവിശേഷം യോഹന്നാനെ കൽപ്പിച്ചാൽ വിലയേറിയിടും രക്തത്താൽ ഞാൻ വാങ്ങിയൊരു സഭയെ നിങ്ങൾ സംരക്ഷിപ്പിൻ. That's it. ഇവിടെ നമ്മൾ വായിക്കുന്നത് പതിവ്രതയാം സഭയെ വാനോൻ കാന്തൻ വേട്ടരുന്നൽ വീടിൻ ഭരണം ഷീമോനും. ഇത് സുറിയാനി സഭയുടെ വിശ്വാസം ഉറപ്പിച്ചു പ്രഖ്യാപിക്കുകയാണ്.
വീടിൻ ഭരണം ശീമോനും സുവിശേഷം യോഹന്നാനും. അപ്പൊ ഇതാണ്. ഇപ്പൊ വീടിന്റെ ഭരണം ശീമോനും സുവിശേഷം യോഹന്നാനും. വീടിന്റെ ഭരണം ശീമോനെയാണ് ഏൽപ്പിച്ചത്, സുവിശേഷം യോഹന്നാനെയാണ് ഏൽപ്പിച്ചത്. നിങ്ങൾക്കറിയാം എവിടെയാണ് സുവിശേഷം യോഹന്നാനെ ഏൽപ്പിച്ചതെന്ന്? സുറിയാനിക്കാർക്ക് ആർക്കെങ്കിലും അറിയാം? ഇവിടെ നമ്മുടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഞാൻ വിശ്വസിക്കുന്നത് സുവിശേഷം യോഹന്നാനെ ഏൽപ്പിച്ചത് കാൽവരി ക്രൂശിൽ വെച്ചാണ്. ഇതാ നിന്റെ അമ്മ. യോഹന്നാൻ സ്വീകരിക്കുകയാണ്. അതാണ് വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ഉറപ്പ്. ദൈവം മനുഷ്യനായി. അപ്പൊ ദൈവം മനുഷ്യനായി എന്നുള്ള ആ അമ്മയെ സ്വീകരിക്കുന്നതിലാണ് നമ്മൾ യഥാർത്ഥ സുവിശേഷത്തെ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് വ്യക്തമായിട്ട് പറയുന്നത്, വീടിൻ ഭരണം ശീമോനും സുവിശേഷം യോഹന്നാനും. അതാണ് സുവിശേഷം. ആ സുവിശേഷം യോഹന്നാൻ എഴുതുമ്പോൾ അടുത്ത് തൃത്വരഹസ്യം പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ടാണ് ആ പാട്ടിനകത്ത് അങ്ങനെ പറയുന്നത്, ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനും ഉണ്ട്. നമ്മൾ നോക്കാം. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം അത്രയും ക്ലിയർ ആയിട്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ആ ബന്ധത്തെക്കുറിച്ച് അതുപോലെ വിവരിച്ചിരിക്കുന്നത്. ഇതാണ് സുവിശേഷത്തിന്റെ മർമ്മം. നമ്മൾ ആ സഭയിലേക്ക് നോക്കുമ്പോൾ വീടിന്റെ ഭരണം ശീമോനെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ യേശു കർത്താവ് ഈ അധികാരത്തെ ശീമോൻ പത്രോസിനെ ഏൽപ്പിക്കുകയാണ്. വ്യക്തമായിട്ട് നമുക്ക് ഒരു അവ്യക്തമായിട്ടല്ല, തുടർച്ചയായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ അവന്റെ കയ്യിൽ കൊടുക്കുന്നു, അവനോട് സഭയെ പണിയാൻ ആവശ്യപ്പെടുന്നു, തൻ്റെ സഹോദരന്മാരെ ഉറപ്പിക്കാനുള്ള ചുമതല അവനെ ഏൽപ്പിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ, പുനരുത്ഥാനം കഴിയുമ്പോൾ കർത്താവ് വിളിക്കുകയാണ്. എപ്പോഴും എന്നെ പത്രോസിനെ എടുത്ത് വിളിക്കുന്ന കാണാം. അതുപോലെ ഏറ്റവും അവസാനം 21 അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം, അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് അവനോട് പറഞ്ഞു. രണ്ടാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ ആടുകളെ പാലിക്ക എന്ന് അവനോട് പറഞ്ഞു. മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവെ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്നും നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, എൻ്റെ ആടുകളെ മേയ്ക്ക. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. വയസ്സനായ ശേഷമോ നീ കൈനീട്ടുകയും മറ്റൊരുത്ത് നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. അതിനാൽ അവൻ ഇന്നവിധ മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് അവൻ സൂചിപ്പിച്ചു. ഇത് നമ്മളിവിടെ കാണുന്നത് പത്രോസിന്റെ യാത്രയിൽ. പിന്നീട് പത്രോസ് അന്ത്യോക്യയിൽ തൻ്റെ സിംഹാസനം സ്ഥാപിച്ചു. ഇതൊരു വലിയ വിഷയമാണ്. അന്ത്യോക്യയിൽ സിംഹാസനം സ്ഥാപിച്ചെന്ന് പറയുമ്പം, ഈ കഴിഞ്ഞ ദിവസം ഒരു പെന്തക്കോസ്ത് പാസ്റ്റർ കളിയാക്കുന്ന കണ്ടു. അവിടെയൊന്നും അന്നത്തെ കാലത്ത് അവർക്കൊരു കൊരണ്ടിപ്പലക പോലും ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. സത്യത്തിൽ അന്ത്യോക്യയിൽ പത്രോസ് വരുമ്പോൾ അവിടുത്തെ ക്രിസ്തീയ സഭയ്ക്ക് നല്ല പ്രതികൂലങ്ങളുണ്ടായിരുന്നു. അവിടുത്തെ ഗവർണറായിരുന്നു തെയോഫിലോസ് എന്ന അന്ത്യോക്യയിലെ
ഗവർണർ. അന്ന് അന്ത്യോക്യയിൽ 8 ലക്ഷം പേര് ഉള്ള ഒരു പട്ടണമായിരുന്നു. 8 ലക്ഷം പേർ. അന്ന് തെയോഫിലോസ് ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചിരുന്നു. അന്ന് ആ തെയോഫിലോസിൻ്റെ പൗലൂസിനും ഒക്കെ വലിയ പീഡനങ്ങളുണ്ടായിരുന്നു. അന്ന് പത്രോസ് വന്നപ്പോൾ വലിയ അത്ഭുത പ്രവർത്തകനായിട്ട് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ തെയോഫിലോസിൻ്റെ മകള് മരിച്ച സമയത്താണ്. അപ്പോൾ പത്രോസിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ ആവശ്യപ്പെടുക ഞാൻ ഒരിക്കൽ പറഞ്ഞ പത്രോസ് പ്രാർത്ഥിച്ച് ആ മരിച്ച മകൾ ഉയർത്തെഴുന്നേൽക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ സുവിശേഷത്തിന് അന്ത്യോക്യയിൽ സ്വാതന്ത്ര്യം കിട്ടി. അങ്ങനെ ജനങ്ങൾ അവിടെ ഒരു കസേര ഉണ്ടാക്കി പത്രോസിന് പ്രസംഗിക്കാൻ ഇരിക്കാൻ കൊടുക്കുകയൊക്കെ ചെയ്തു. അത് ആക്ച്വലി ഫിസിക്കൽ സിംഹാസനമൊന്നുമല്ല. പക്ഷെ അവിടെ 7 വർഷം പത്രോസ് എങ്ങും പോകാതെ താമസിച്ച് അവിടെ സഭയുടെ പ്രവർത്തനങ്ങൾ നടത്തി. അതാണ് സഭയുടെ വിശ്വാസം. അതിനെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഔസേബിയസും ഓറിഗണും ഒക്കെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ത്യോക്യയിലെ പത്രോസിൻ്റെ പ്രവർത്തനങ്ങൾ. അന്ത്യോക്യയിലെ സഭ സ്ഥാപിച്ചതിൻ്റെ അനുസ്മരണം AD 37 ഫെബ്രുവരി 22 എന്നാണ് പറയുന്നത്. റോമൻ കാത്തലിക് ചർച്ചും അവരുടെ ഹിസ്റ്ററിയിൽ അവരത് എഴുതിയിട്ടുണ്ട്. റോമൻ കാത്തലിക് ചർച്ചിൻ്റെ ഒരു കലണ്ടറുണ്ട്, അവർ പബ്ലിഷ് ചെയ്ത കലണ്ടർ. അതിനകത്തും അവരതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സെയിൻറ്റ് ജെറോം അതേക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. സെയിൻറ്റ് ജെറോം, അതുപോലെ സെയിൻറ്റ് ഇന്നസെൻറ്റ്, പോപ്പ് ഗലേഷ്യസ്, സെയിൻറ്റ് ക്രിസോസ്റ്റം, ഇവരെല്ലാം അന്ത്യോക്യയിൽ പത്രോസ് സ്ഥാപിച്ച സഭയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ അന്ത്യോക്യൻ സഭ പത്രോസിൻ്റെ വിശ്വാസ പ്രമാണത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ആ സഭ സ്ഥാപിക്കപ്പെടുന്നത്. അപ്പോൾ പത്രോസ് നേരിട്ട് നേതൃത്വം കൊടുക്കുകയാണ്. ഇപ്പം ക്രൈസ്തവ സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം തന്നെ ദ കൺഫെഷൻ ഓഫ് പീറ്ററാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. അപ്പം ആ കൺഫെഷൻ ഒരു റെവലേഷനിൽ നിന്നാണ്. അപ്പോൾ യേശു കർത്താവ് പറയാണ്, ഇതെൻ്റെ സ്വർഗസ്ഥനായ പിതാവിൽ നിന്ന് നിനക്ക് ലഭിച്ച റെവലേഷനാണ്. അത് പത്രോസിന് ലഭിച്ച റെവലേഷനിലാണ് ചർച്ച് പണിയുന്നത്. യേശു അല്ലാതെ യേശു പറഞ്ഞു കൊടുത്തിട്ട് പറയിക്കല്ല. യേശു ചോദിക്കുകയാണ്, നിങ്ങളെങ്ങനെ എന്നെ മനസ്സിലാക്കുന്നത്? ഇത്രയും നാൾ നിങ്ങൾ ഇങ്ങനെ നടന്നു എൻ്റെ കൂടെ, അപ്പം തിന്നു, അത്ഭുതങ്ങൾ കണ്ടു, പ്രസംഗം കേട്ടു. അപ്പം ചോദിക്കുകയാണ്, അപ്പം പത്രോസാണ് പറയുന്നത് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. അപ്പോൾ യേശു കർത്താവ് പറയാണ്, ഷുവർലി ദിസ് ഈസ് എ റെവലേഷൻ ഫ്രം മൈ ഹെവൻലി ഫാദർ. ഇതൊരിക്കലും നിങ്ങളാരും കേട്ടറിഞ്ഞതല്ല, ആ റെവലേഷനാണ്. അപ്പം ആ റെവലേഷൻ്റെ അടിസ്ഥാനത്തിലാണ് സഭയെ പണിയുന്നത്. അപ്പം ആ സഭ പത്രോസ് അന്ത്യോക്യയിലാണ് ആദ്യം സ്ഥാപിക്കുന്നത്. അന്ത്യോക്യയിൽ ഇപ്പം നിങ്ങൾ ഓർക്കും, യെരുശലേമിൽ സഭയില്ലായിരുന്നു, നിശ്ചയമായിട്ടും ഉണ്ടായിരുന്നു. യെരുശലേമിലെ സഭ അവിടുന്ന് പീഡനത്തെ തുടർന്ന് ചെതറിപ്പോയപ്പോൾ ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ചർച്ച് ഉണ്ടാകുന്നത് അന്ത്യോക്യയിലാണ്. അന്ത്യോക്യയിൽ നിന്ന് പത്രോസിൻ്റെ പ്രിയ ശിഷ്യൻ മാർക്കോസ് അലക്സാണ്ട്രിയയിൽ പോയി അദ്ദേഹത്തിൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ അലക്സാണ്ട്രിയയിൽ വലിയൊരു കൂട്ടം ക്രിസ്ത്യാനിത്വത്തിലേക്ക് തിരിഞ്ഞ് അലക്സാണ്ട്രിയയിൽ സഭയുണ്ടായി. ആണ് അലക്സാണ്ട്രിയൻ സഭ. നമുക്ക് കാണാം, അലക്സാണ്ട്രിയൻ സഭയിൽ നിന്ന് ധാരാളം ഫിലോസഫിക്കൽ ആയിട്ടുള്ള തിയോളജിയൻസൊക്കെ എഴുന്നേറ്റിട്ടുണ്ട്. നമ്മൾ അതേക്കുറിച്ച് പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. 3 തിയോളജിക്കൽ സ്ട്രീം വരുന്നത്. 7 വർഷത്തിന് ശേഷം പിന്നീട് പത്രോസ് റോമിലേക്ക് പോയി. പത്രോസ് റോമിലേക്ക് പോകുന്നതിന് മുമ്പ് അന്ത്യോക്യയിൽ 2 പിൻഗാമികളെ വാഴിച്ചു, എവോദിയോസിനെയും ഇഗ്നാത്യോസിനെയും അന്ത്യോക്യയിൽ വാഴിച്ചു. എവോദിയോസിനെ ജാതികൾക്ക് വേണ്ടിയും ഇഗ്നാത്യോസിനെ യഹൂദന്മാർക്ക് വേണ്ടിയും വാഴിച്ചു. 2 പിൻഗാമികളെ വാഴിച്ചിട്ടാണ് പത്രോസ് റോമിലേക്ക് പോയത്. എന്നാൽ യെരുശലേമിൽ നിന്ന് അന്ത്യോക്യയിലേക്ക് പോരുമ്പോൾ യെരുശലേമിൽ പിൻഗാമികളെ ഒന്നും വാഴിച്ചില്ല. അതുകൊണ്ടാണ് യെരുശലേമിൽ ത്രോൺ ഇല്ല എന്ന് പറയുന്നത്. അന്ത്യോക്യയിൽ പിൻഗാമികളെ വാഴിച്ചു, ഇഗ്നാത്യോസിനെയും എവോദിയോസിനെയും വാഴിച്ചു. എവോദിയോസിനെ മെയിൻലി ജാതികളുടെ ഇടയിൽ ശുശ്രൂഷിക്കാനും, കാരണം ആ കാലഘട്ടത്തിൽ ജാതികളും യഹൂദന്മാരും കൂടെ ഒരു ശരീരത്തിൽ ഒന്നിച്ചു വരുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റ് തിയററ്റിക്കലായിട്ട് പത്രോസിനെ തുപ്പട്ടി ഇറക്കി കാണിച്ചു. എങ്കിലും അതൊരു മർമ്മമായിട്ട് പിന്നീട് പൗലൂസിനാണ് വെളിപ്പെടുന്നത്. അതാണ് എഫേസ്യ ലേഖനത്തിൽ എഴുതുന്നത്, ഈ അപ്രമേയ ധനം, ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനം, ജാതികൾ നമ്മളോടുകൂടെ കൂട്ടവകാശികളാകണമെന്നുള്ള ആ മിസ്റ്ററി ഓഫ് ഡിസ്പെൻസേഷൻ, യുഗങ്ങളുടെ മർമ്മം, അത് പൗലൂസിലാണ് വെളിപ്പെട്ടത്. അതുകൊണ്ടാണ് പൗലൂസിനെ ജ്ഞാനമുള്ള ശില്പി, പ്രധാന ശില്പി എന്ന് വിളിക്കുന്നത്. അപ്പോൾ സഭയുടെ ശില്പിയായി പൗലൂസ് എഴുന്നേൽക്കാണ്.
അപ്പൊ ആ സമയത്താണ് ആ വെളിപ്പാട് അന്ത്യോക്യയിൽ വരുന്നത്. അപ്പൊ അതിനു മുമ്പ് ജാതികൾക്ക് വേണ്ടിയുള്ള ബിഷപ്പായിട്ട് എവോദിയോസിനെയും യഹൂദന്മാർക്ക് വേണ്ടിയുള്ള ബിഷപ്പായി ഇഗ്നാത്യോസിനെയും വാഴിച്ചു. എവോദിയോസ് കാലം ചെയ്ത ശേഷം ജാതികളുടെ കൂടെ അധ്യക്ഷനായി ഇഗ്നാത്യോസ് മാറി. അതുകൊണ്ടാണ് അന്ത്യോക്യയുടെ 3-ാം പാത്രിയർക്കീസായി ഇഗ്നാത്യോസ് അറിയപ്പെടുന്നത്. സത്യത്തിൽ 2-ാം പാത്രിയർക്കീസ് തന്നെയാണ്. പത്രോസിൽ നിന്ന് നേരിട്ടാണ് ഇഗ്നാത്യോസിന് കൈവപ്പ് കിട്ടുന്നത്. പക്ഷേ അതിനിടയ്ക്ക് യവൂദിയോസ് എന്ന് പറഞ്ഞ ഒരു പാത്രിയർക്കീസും ഉണ്ടായിരുന്നു. അതുകൊണ്ട് 3-ാം പാത്രിയർക്കീസ് എന്ന് നമ്മൾ എപ്പോഴും വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. ഇഗ്നാത്യോസും തനിക്ക് കൈവപ്പ് തന്ന, തന്നെ ചുമതലപ്പെടുത്തിയ പത്രോസ് പോയ അതേ റൂട്ടിൽ കൂടെ നേരെ റോമിൽ പോയി. റോമിൽ വെച്ചാണ് ഇഗ്നാത്യോസും രക്തസാക്ഷിത്വ മരണം സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ റോമിൽ ചെന്ന് കഴിഞ്ഞ് പിന്നീട് റോമിൽ താൻ അനന്തരഗാമികളെ 25 വർഷത്തോളം പിന്നെ റോമിലുണ്ടായിരുന്നു പത്രോസ്. റോമിൽ വെച്ചാണ് താൻ രക്തസാക്ഷിത്വ മരണം സ്വീകരിക്കുന്ന. റോമിൽ പിന്നീട് പത്രോസിന്റെ പിൻഗാമികൾ ഉണ്ടാവുകയും അങ്ങനെ 3 സ്ഥലത്ത്, അതായത് ഇപ്പം അന്ത്യോക്യയിലും അലക്സാണ്ട്രിയയിലും റോമിലും. അന്ത്യോക്യയിൽ അതിന് തനിക്ക് അനുഗാമികളുണ്ടായി. അതുപോലെ അലക്സാണ്ട്രിയയിൽ തൻ്റെ ശിഷ്യൻ മാർക്കോസ് പോയി, അവിടെയും ഒരു ത്രോണായി മാറി. അതുകൊണ്ട് ആ ആദിമസഭയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ 3 പ്രധാന അധികാര കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഭരണസിരാ കേന്ദ്രങ്ങളായിട്ടാണ് ഏർലി ചർച്ച് നിന്നത്. ആ കാലഘട്ടത്തിലാണ് 1-ാമത്തെ കൗൺസിൽ നിക്കിയ സുന്നഹദോസ് ഉണ്ടാകുന്നത്. നിക്കിയ സുന്നഹദോസ് ഉണ്ടാകുമ്പോൾ 3 പ്രധാന പാത്രിയർക്കീസുമാരാണുള്ളത്. അന്ത്യോക്യൻ പാത്രിയർക്കീസും അലക്സാണ്ട്രിയൻ പാത്രിയർക്കീസും റോമൻ പാത്രിയർക്കീസും. ആ 3 പാത്രിയർക്കീസുമാരുടെ മേൽനോട്ട ചുമതലയായിരുന്നു ആഗമാന സഭ, യൂണിവേഴ്സൽ ചർച്ച് മുഴുവൻ. അപ്പോൾ കർത്താവ് പറഞ്ഞതുപോലെ അക്ഷരം പ്രതി പത്രോസിന്റെ അധികാരത്തിൽ, പത്രോസിന്റെ മേൽനോട്ടത്തിൽ, പത്രോസിന്റെ സിംഹാസനങ്ങളായിട്ട് ഈ 3 സിംഹാസനങ്ങളുടെ മേൽനോട്ടത്തിലായിരുന്നു ആഗമാന സഭ. അത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പീരീഡ് ആയിരുന്നു. തൃത്വം പോലെ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന പോലെ ഇവർ പരസ്പരം സ്നേഹത്തിലും ഐക്യത്തിലും സമാധാനത്തിലും സഹവർത്തിത്വത്തിലും സാഹോദര്യത്വത്തിലും സമഭാവനയിലും ഒക്കെ സഭയെ നയിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് അങ്ങനെ വന്നത്. പിന്നീട് നമ്മൾ സഭാ ഹിസ്റ്ററിയൊക്കെ പഠിക്കുന്ന സമയത്ത് കോൺസ്റ്റാന്റിനോപ്പിളിൽ ചക്രവർത്തിയുടെ പിടിവാശി കൊണ്ട് അടുത്ത ത്രോൺ ഉണ്ടാക്കുന്നതും, പിന്നീട് ചർച്ച് ഹിസ്റ്ററി വളരെ സുദീർഘമായ അധ്യായങ്ങളാണ്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വായിക്കാം. ഞാൻ ഈ പ്രൈമസി ഓഫ് പീറ്റർ എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഈ അന്ത്യോക്യൻ ചർച്ച് പിന്നീട് പല കാലഘട്ടങ്ങളിലും ഭയങ്കര വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. AD 324 ആയപ്പോൾ ഊസിയോസ് ഓഫ് കോർഡോബയിലെ, സ്പെയിനിൽ നിന്നുള്ള കോർഡോബയിലെ ഊസിയോസ് എന്ന് പറഞ്ഞ സഭാപിതാവ് അന്ത്യോക്യയിൽ വരുന്നുണ്ട്. അന്ത്യോക്യൻ പാത്രിയർക്കീസ് കാലം ചെയ്ത് ഒസ്താത്യോസ് എന്ന പാത്രിയർക്കീസിനെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ. ഈ ഹോസിയസ് ആണ് ആ സ്ഥാനാരോഹണ ചടങ്ങിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. ഹോസിയസ് എന്ന സഭാപിതാവ് അന്ത്യോക്യയിലെ ഒസ്താത്യോസ് എന്ന പാത്രിയർക്കീസിന്റെ സ്ഥാനാരോഹണത്തിന് ശേഷം അവിടെ ഒരു കൗൺസിൽ വിളിച്ചു കൂട്ടി. അന്ത്യോക്യയിൽ കൗൺസിൽ വിളിച്ചു കൂട്ടി. ആ കൗൺസിലിൽ വെച്ചാണ് അവർ അറിയൂസിനെ സ്ഥാനഭ്രഷ്ടരാക്കുന്നുണ്ട്. പിന്നീട് പിറ്റേ വർഷം നിക്കിയയിലെ കൗൺസിലിൽ വീണ്ടും അറിയൂസ് വരുന്നുണ്ടെങ്കിലും അവരാദ്യം തന്നെ, അതിനുശേഷം അവർ അങ്കീറായിലൊരു വലിയ കൗൺസിൽ വിളിച്ചു കൂട്ടാൻ ആലോചിച്ചപ്പോഴാണ് നിക്കിയ കൗൺസിൽ വരുന്നത്. നിക്കിയ കൗൺസിലിൽ ഈ ഹോസിയസ് ആയിരുന്നു അധ്യക്ഷൻ. നിക്കിയ കൗൺസിലിൽ ഈ ഹോസിയസ് എന്ന സഭാപിതാവിന്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നിക്കിയ കൗൺസിലിൽ 318 സഭാപിതാക്കന്മാർ, ബിഷപ്പുമാരായിരുന്നു പങ്കെടുത്തത്. 318. ഈ 318 ബിഷപ്പുമാര് പങ്കെടുത്തതിൽ ഒരാൾ പോലും പെർഫെക്റ്റ് ബോഡിയുമായിട്ട് വന്നിട്ടില്ല. കാരണം എല്ലാവരും ആ കൊടിയ പീഡനത്തിൽ കൂടെ കടന്നു പോയതുകൊണ്ട് അവയവ ഭംഗങ്ങൾ നേരിട്ടവരും, ശരീരത്തിൽ സ്കാറുകളുള്ളവരും, മുറിപ്പാടുകളുള്ളവരും, വലിയ തരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിച്ചവരാണ്. തീപ്പൊള്ളലേറ്റവരായിട്ടും കൈകാലുകൾ നഷ്ടപ്പെട്ടവരായിട്ടും ഒക്കെ എല്ലാവരും. നിങ്ങൾ അതൊന്ന് ഭാവനയിൽ കണ്ടു നോക്കുക. ഒരു 318 വിരൂപരായ ആളുകൾ. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന പോലെ നിക്കിയ സുന്നോദോസ് എന്നൊക്കെ പറയും, ഇന്നത്തെ രീതിയിൽ ഈ മെത്രാന്മാരുടെ സിനഡ് കൂടുന്ന പോലെ തിളങ്ങുന്ന വസ്ത്രങ്ങളുമായിട്ട് രാജകീയ പ്രൗഢിയിൽ കുറെ ആളുകൾ ഇങ്ങനെ ബെൻസ് കാറിൽ വന്നിരുന്നിട്ട് വലിയൊരു ശീതീകരിച്ച് ഓഡിറ്റോറിയത്തിൽ ഇങ്ങനെ വന്നിരുന്ന് കുഷ്യൻ ചെയറുകളിൽ ചാരി, അങ്ങനത്തെ ഒരു കൗൺസിലല്ല. തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളികൾ എന്നതുപോലെ കൊടിയ പീഡനത്തിൽ കൂടെ ആ സഭയുടെ ആ പീഡനം അങ്ങോട്ട് മാറി വരികയാണ്. ഗീവറി സഹതായുടെ രക്തസാക്ഷിത്വത്തോടുകൂടെ ആ സഭയുടെ പീഡനത്തിന്റെ തിരശ്ശീല വീഴുകയാണ്.
അത് കഴിഞ്ഞിട്ട് ആ കിട്ടിയ സ്വാതന്ത്ര്യത്തിൽ പിന്നീട് ആ പീഡനത്തിന്റെ അവശേഷിപ്പുകളായിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞവരായിട്ട് അങ്ങനെയുള്ള പിതാക്കന്മാരാണ് ഈ 318 പേര് വരുന്നത്. അതിൽ ഈ ഹോസിയസ് എന്ന പിതാവ് ഏറ്റവും കൂടുതൽ പീഡനം സഹിച്ചൊരു പിതാവായിരുന്നു. അദ്ദേഹത്തേക്ക് ഒരു പ്രാവശ്യം നോക്കിയാൽ പിന്നെ ഒന്നുകൂടെ നോക്കാൻ കഴിയാത്ത, കാരണം മൂക്കും ചുണ്ടും ഛേദിക്കപ്പെട്ടിരുന്നു, ചെവികൾ ഛേദിക്കപ്പെട്ടിരുന്നു, ചുണ്ടുകൾ ഛേദിക്കപ്പെട്ടിട്ട് ഈ മോണയടക്കം പല്ലുകൾ പിഴുതെടുത്ത് കളഞ്ഞ അത്ര വികൃത രൂപമായിരുന്നു. 2 കൈയും 2 കാലും ഛേദിക്കപ്പെട്ടിരുന്നു. നിങ്ങൾ ആ ഒരു ആളെ മനസ്സിൽ ചിന്തിക്കുക. ഹോസിയോസ് എന്ന ബിഷപ്പ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ കൈയും കാലും ഇല്ല, ചെവിയില്ല, മൂക്കില്ല, ചുണ്ടില്ല, പല്ലുകൾ അടിച്ചു തകർത്തിരിക്കുന്നു, ഒരു മാംസപിണ്ഡം. ചക്രവർത്തിയുടെ പ്രത്യേക താല്പര്യപ്രകാരം, കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ പ്രത്യേക താല്പര്യപ്രകാരമാണ് ഈ ഹോസിയൂസിനെ ഇതിൽ പങ്കെടുക്കുക. ഒരു സ്വർണ്ണ താലത്തിലാണ് അദ്ദേഹത്തെ എടുത്തു വെച്ചിട്ട് സ്വർണ്ണ താലത്തിൽ ചുമന്നുകൊണ്ട് വരികയായിരുന്നു. ആ ഹോസിയൂസിനെയാണ് അധ്യക്ഷനായിട്ട് വെച്ചത് നിക്കിയ സുന്നോദോസിന്റെ. കൈകാലുകൾ ഛേദിക്കപ്പെട്ട്, കാതുകളും മൂക്കും ഛേദിക്കപ്പെട്ട്, പല്ലുകൾ പിഴുതെറിയപ്പെട്ട് ഇരിക്കുന്ന മാംസപിണ്ഡമായി ഇരിക്കുന്ന ആ പരിശുദ്ധ പിതാവിന്റെ നേതൃത്വത്തിലുള്ള നിക്കിയ സുന്നോദോസ് ആണ് അനത്തമൈസ് ടു അറിയൂസ്. അറിയൂസിനെ മഹ്റോൻ ചൊല്ലിയത്. അറിയൂസിന്റെ ഉപദേശം പൈശാചികം, സഭയ്ക്ക് വിരുദ്ധം എന്ന് മഹ്റോൻ ചൊല്ലിക്കളഞ്ഞത്. നമ്മുടെ ഈ ഫേസ്ബുക്കിൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന കുരുവിള കുളഞ്ഞിക്കമ്പൽ ശാമുവിനെ പോലെയുള്ള ആളുകൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ പറയുന്നത് എങ്ങാണ്ടുകൂടെ നടന്ന ആരൊക്കെയോ ഒരു മീറ്റിംഗ് കൂടി തീരുമാനിച്ച് നല്ല തീരുമാനം എന്നൊക്കെ പറയുന്ന ധാർഷ്ട്യം നിങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ അവസാനത്തെ ശ്വാസം വരെയും പറയും, ഞങ്ങൾ നിക്കിയായിലും കുസ്തന്തീനോപ്പോലിസിലും എഫേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും വിശുദ്ധങ്ങളുമായ 3 പൊതുസുന്നോദോസുകളെയും അവയിലുണ്ടായിരുന്ന സകല പിതാക്കന്മാരെയും ഞങ്ങൾ അനുസ്മരിക്കുന്നു. അവർ ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്ന ചുവടുള്ളതും കുറ്റമില്ലാത്തതുമായ ഏക പരിശുദ്ധ വിശ്വാസത്തെ ഞങ്ങൾ ഹോൾഡ് ചെയ്യുന്നു. വേദപുസ്തകം ഒരു പ്രാവശ്യം പോലും വായിച്ചു തീർക്കാതെ ചുമ്മാ ഏതെങ്കിലും വാക്യം വായിച്ചിട്ട് തോന്നുന്നത് വിളിച്ചു പറയുന്നത് ഉപദേശമാക്കുന്ന ആ ഒരു പാരമ്പര്യം കുറച്ചുനാൾ ഞാനും ഹോൾഡ് ചെയ്തിരുന്നു. അതിനോട് ബൈ ബൈ പറഞ്ഞിരിക്കുകയാണ്. നോ മോർ സച്ച് ഫൂളിഷ്നെസ്. അവയിലുള്ള സകല പിതാക്കന്മാരെയും ഞങ്ങൾ ഓർക്കും. അത് ഓസിയസ് ഓഫ് കൊർഡോബ. അപ്പം അങ്ങനെയുള്ള പിതാക്കന്മാർ, അങ്ങനെയുള്ള അതാണ് ആ സത്യവിശ്വാസത്തിൻ്റെ ഒരു പ്രാധാന്യം. പിന്നീട് നിങ്ങൾ ആ ഓസിയൂസിൻ്റെ ചരിത്രത്തിലൂടെ പോയി കഴിഞ്ഞാൽ അദ്ദേഹം വീണ്ടും വളരെയധികം പീഡനങ്ങളിലേക്ക് കടന്നുപോയി. കാരണം സഭയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടി. പിന്നീട് ഈ ഉപദേശ വ്യതിയാനങ്ങൾ തലപൊക്കി അലക്സാണ്ട്രിയയിലെ അത്താനാസിയോസിനെ സ്ഥാനഭ്രഷ്ടരാക്കി. അലക്സാണ്ട്രിയയിലെ അത്താനാസിയോസിനെതിരായിട്ട് ചക്രവർത്തി തിരിഞ്ഞു. ഒരൊറ്റ വിഷയമാണ് ഈ തൃത്വം എന്ന ഈ ഉപദേശത്തിനെതിരായിട്ട് ചക്രവർത്തി തിരിഞ്ഞു. ആ സമയത്ത് മിലാനിലേക്ക് ഈ ഹോസിയൂസിനെ വിളിച്ചു വരുത്തി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കണം. ഈ കൈകാലുകൾ ഛേദിക്കപ്പെട്ട ഈ മാംസപിണ്ഡത്തെയാണ് വിളിച്ചു വരുത്തുന്നത്. അവിടെ വിളിച്ചു വരുത്തി ചക്രവർത്തി പറഞ്ഞു അത്താനാസിയോസിനെ മഹ്റോൻ ചൊല്ലാൻ പറഞ്ഞു. അത്താനാസിയോസിനെ അനത്തമൈസ് ചെയ്യുക. അദ്ദേഹം വിസമ്മതിച്ചു. ഒരിക്കലും ഞാൻ ചെയ്യത്തില്ല. അതാണ് സത്യവിശ്വാസം. എന്താണ്? തൻ്റെ കൈയും കാലും ഛേദിക്കപ്പെട്ടു. തനിക്കിനി എന്താണ് ഛേദിക്കപ്പെടാനുള്ളത്? കാത് ഛേദിക്കപ്പെട്ടു, മൂക്ക് ഛേദിക്കപ്പെട്ടു, പല്ലുകൾ ജീവനോടെ ഇരിക്കുമ്പോൾ പല്ലുകൾ പിഴുതെറിയപ്പെട്ടു. അത്ര കൊടിയ പീഡനത്തിൽ കൂടെ കടന്നുപോയ ഹോസിയൂസ് ഇപ്പോൾ ചക്രവർത്തി ആവശ്യപ്പെടുകയാണ് അത്താനാസിയോസിനെ. അവസാനം അതിൽ കുപിതനായ ചക്രവർത്തി തന്നെ എക്സൈലിൽ നാട് കടത്താൻ കൽപ്പിക്കുകയാണ്. അപ്പം ഈ പിതാക്കന്മാരുടെ എല്ലാം ആ അനുഭവങ്ങളെ ദർശിച്ചിട്ടാണ് ഈ അപ്രേമിനെ പോലെ ഉള്ളവരും യാക്കോബിനെ പോലെ ഉള്ളവരുമെല്ലാം ഈ ഗീതങ്ങൾ എഴുതി വച്ചിരിക്കുന്നത്. ഈ ഗീതങ്ങൾ നമ്മൾ ക്രിസോസ്റ്റത്തിന്റെ അനുഭവം നമുക്കറിയാം. അതിൽ നിന്നാണ് എന്നെ നാട് കടത്തട്ടെ എന്നുള്ള പാട്ടൊക്കെ നമ്മൾ പാടാൻ കിട്ടിയിരിക്കുന്നത്. അല്ല, ഇത് ചുമ്മാതെ മീനച്ചിലാറിന്റെ തീരത്തിരുന്നിട്ട് ചുമ്മാ എഴുതി വിട്ട പാട്ടല്ല. ഇതെല്ലാം അനുഭവത്തിന്റെ തീച്ചുളകളിലൂടെ വന്നിരിക്കുന്നത്. നിങ്ങൾ ആ ദൈവശാസ്ത്രം എങ്ങനെയാണ് ഉണ്ടായത്, ത്രിയേക ദൈവവിശ്വാസം എങ്ങനെയാണ് ഉറപ്പിച്ചതെന്ന് മനസ്സിലാക്കാനാണ്. അവസാനം ചക്രവർത്തി ഓസിയൂസിനെ നാട് കടത്തിയെങ്കിൽ അത് കഴിയുമ്പം അദ്ദേഹം ഒരു കത്ത് ചക്രവർത്തിക്ക് അയക്കുന്നുണ്ട്. ആ കത്തൊക്കെ നമുക്ക് ലഭ്യമാണ്. ആ കത്തൊക്കെ വായിച്ചാൽ നമ്മൾ
ഇന്ന് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ഇടറിപ്പോവാണ്. അപ്പം സഭയുടെ സത്യവിശ്വാസത്തെ ഉറപ്പിക്കാൻ ഈ പിതാക്കന്മാർ സഹിച്ച ത്യാഗങ്ങൾ എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കും. ചക്രവർത്തിക്ക് അദ്ദേഹം വളരെ ശക്തമായ കത്തെഴുതി വിശ്വാസ കാര്യങ്ങളിൽ ചക്രവർത്തി ഇടപെടുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞു. കാരണം രാജ്യത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് ചക്രവർത്തിയുടെ അധികാരം ദണ്ഡാണ് വിശ്വാസത്തിന്റെ അളവുകോൽ എന്ന് എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ ചക്രവർത്തി അനാവശ്യമായി വിശ്വാസ കാര്യങ്ങളിൽ ദൈവശാസ്ത്ര വിഷയങ്ങളിൽ ഇടപെടുന്നതിനെ എതിർത്തുകൊണ്ടും നിഷേധിച്ചുകൊണ്ടും അതിനെ നിരാകരിച്ചുകൊണ്ടുമാണ് ഹോസിയൂസ് ഓഫ് കോർഡോബ കത്തയച്ചത്. പക്ഷെ ആ ട്രൂ ദൈവത്തിങ്കിലേക്ക് നമ്മൾ തിരിയണം. നമ്മൾ നിങ്ങളെ കേൾക്കുന്ന വിശ്വാസികൾ എന്ന നിലയ്ക്ക് നിങ്ങൾ അതിൻ്റെ ആ ശരിയായ എസൻസ് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓർത്തഡോക്സ് സഭയെക്കുറിച്ചല്ല, ഓർത്തഡോക്സിയെക്കുറിച്ചാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കാണുന്ന കാര്യങ്ങളല്ല, അതിൻ്റെ ഏൻഷ്യൻ ഫെയ്ത്ത് എങ്ങനെ ഫോം ചെയ്തു വന്നെന്നും എങ്ങനെ അത് കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നും നിങ്ങൾ മനസ്സിലാക്കുക. അത് നമ്മൾ വായിച്ചു കഴിയുമ്പോൾ ഇങ്ങനെയുള്ള സഭാപിതാക്കന്മാരെ നമുക്ക് കാണാൻ കഴിയും. ഈ ഹോസിയസിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരിക്കലും സത്യവിശ്വാസത്തിൽ നിന്ന് മാറത്തില്ല. നമ്മൾ ആ ത്രിയേക ദൈവം, അതുകൊണ്ടാണ് നമ്മൾ ആ പാട്ടിൽ കേട്ടത് വീടിൻ ഭരണം ശീമോനും സുവിശേഷം യോഹന്നാനും എന്ന് പറഞ്ഞാൽ അന്നേരം അടുത്തത് പാടുന്നതാ മൂടുപടം വടിമോതിരം ഇവയാൽ താമാർ വിജയം സമ്പാദിച്ചു, പൊക്കണവും കല്ലും കവണയുമായി വെന്നാൻ ഗോലിയാത്തിനെ ദാവീദ് ഉന്നതനായി മൂന്നാൽ, താമാർ ഉത്തമയായി മൂന്നാൽ, സംരക്ഷിതമാൻ തൃത്വരഹസ്യം പാവന സഭ ചുന്നിയിടുന്നു. എങ്ങനെ പറഞ്ഞാലും ആ വിശ്വാസത്തെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന ത്രിയേക ദൈവവിശ്വാസത്തെയാണ് ഉറപ്പിച്ചിരിക്കുന്നത്. ആ വിശ്വാസത്തെ ഉറപ്പിച്ച് തന്നിരിക്കുന്ന ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏക പരിശുദ്ധ വിശ്വാസം, ആ വിശ്വാസമാണ് സഭയുടെ വിശ്വാസം. അപ്പം ആ വിശ്വാസത്തിൽ നമ്മൾ നിലനിൽക്കണം എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ പത്രോസിനോട് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത് തൻ്റെ സഭയെ പണിയുവാൻ, തൻ്റെ ഇടവകയെ നയിക്കുവാൻ ആണ് പത്രോസിനെ ഏൽപ്പിച്ചത്. പത്രോസിൻ്റെ പ്രൈമസി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോസ്തലന്മാരുടെ ഇത് കൊടുത്തിട്ടുണ്ട്, പട്ടിക സുവിശേഷങ്ങളിൽ. മത്തായിയുടെ സുവിശേഷത്തിൽ, മർക്കോസിന്റെ സുവിശേഷത്തിൽ, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിലും, മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലും, ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലും, യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം ഇല്ല. പിന്നെ അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിലുണ്ട്. 4 സ്ഥലത്ത് നമുക്ക് അപ്പോസ്തലന്മാരുടെ ലിസ്റ്റ് ഉണ്ട്. 4 സ്ഥലത്തും ആദ്യം പത്രോസിന്റെ പേരാ എഴുതിയിരിക്കുന്നത്. ആണ് പ്രൈമസി ഓഫ് പീറ്റർ. പീറ്ററിൻ്റെ ആണ് പ്രാധാന്യം. പീറ്ററിന് അങ്ങനെ ഒരു പ്രാധാന്യം ഉണ്ട്. പത്രോസിനാണ് ഈ വെളിപ്പാട്, പിതാവായ ദൈവത്തിൽ നിന്ന് ആ വെളിപ്പാട് കിട്ടിയത്. അതുകൂടാതെയും കർത്താവ് രഹസ്യങ്ങൾ പത്രോസിന് വെളിപ്പെടുത്തി കൊടുത്തു. താൻ മരിച്ചതിന് ശേഷം 3 ദിവസം എവിടെയായിരുന്നു എന്ന് പത്രോസിനോടാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ടാണ് പത്രോസിന്റെ ലേഖനത്തിൽ മാത്രം അത് കാണുന്നത്. മരിച്ചതിന് ശേഷം താൻ പാതാളത്തിൽ സുവിശേഷം അറിയിച്ചു. വേറെ ആരും എഴുതിയില്ല. ഏറ്റവും കൂടുതൽ വെളിപ്പാട് കിട്ടിയ പൗലൂസിന് പോലും ആ വെളിപ്പാട് കിട്ടിയില്ല. പത്രോസിനോട് അതുപോലെ വെളിപ്പാടുകൾ ഷെയർ ചെയ്യുകയും പത്രോസിനെ അധികാരം ചുമതലപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതാണ് കാണുന്നത്. അതാണ് സത്യവിശ്വാസം. ആ സത്യവിശ്വാസത്തിൻ്റെ ആ ഒരു സ്ട്രീം, അതാണ് അന്ത്യോക്യയിൽ സ്ഥാപിക്കപ്പെട്ട സഭ. പക്ഷെ നമ്മളിപ്പോൾ കാണുന്നത് അന്ത്യോക്യൻ സഭയൊക്കെ ക്ഷീണിച്ച് അനേക പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. ഇപ്പം അവിടെ അന്ത്യോക്യയിലൊന്നും ഒരു മുസ്ലിം രാജ്യമായി മാറി. അവിടെ വിരലിലെണ്ണാവുന്ന ക്രൈസ്തവർ മാത്രമേ ഉള്ളൂ. അന്ത്യോക്യൻ പാത്രിയർക്കീസിനൊന്നും അന്ത്യോക്യയിൽ യാതൊരു സീറ്റും ഇല്ല, ത്രോണും ഇല്ല, ഒന്നുമില്ല. പല സ്ഥലത്തൂടെ പലായനം ചെയ്ത് പല സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത്. അത് പത്രോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്ന, ആക്ച്വലി പത്രോസിന്റെ ഒരു പിൻഗാമി എന്ന് വേണം പറയാം. കാരണം പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് എഴുതിയിരിക്കുക, ഞങ്ങളോ കുത്തുകൊണ്ടും സ്ഥിരവാസമില്ലാതെയും പാർക്കുന്നു. അപ്പോൾ ഈ 2000 വർഷത്തിനിപ്പുറത്തും ഒരു ഒറിജിനൽ സക്സസർ എന്ന നിലയ്ക്ക് കുത്തുകൊണ്ടും സ്ഥിരവാസമില്ലാതെയും പാർക്കുന്ന ഒരു അനുഭവത്തിൽ അവർ ആയിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ സത്യസുവിശേഷത്തിൻ്റെ ഒരു സ്ട്രീമാണ്. അപ്പം അതിൽ നിന്ന് ഇതരമായിട്ട്
നമ്മൾ ഉണ്ടാകുന്ന സഭകൾ, നമുക്ക് സഭകളുണ്ടെങ്കിലും സഭകൾ ഉണ്ടാക്കാമെങ്കിലും ഈ ഫെയ്ത്തിലുള്ളതാണ് ട്രൂ ചർച്ച്, ഈ ഫെയ്ത്തിലുള്ളത്. അപ്പം അതാണ് ഇപ്പോൾ ഈ റോമൻ കാത്തലിക് ചർച്ച് അവരുടെ പിടിവാശി എന്ന് പറഞ്ഞ ആളുകൾ നിരാകരിക്കുന്നത്. പക്ഷെ ഈ കഴിഞ്ഞ നാളുകളിൽ പ്രൊട്ടസ്റ്റന്റ് വേൾഡ് അതിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അമേരിക്കയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചില പ്രൊട്ടസ്റ്റന്റ് നേതാക്കന്മാർ മാർപ്പാപ്പയെ പോയി, ഇപ്പോഴത്തെ മാർപ്പാപ്പയെ പോയി കാണുകയും, പക്ഷെ അവരവിടെ ചെന്ന് കഴിയുമ്പോഴും ഒരു ഡയലോഗൊക്കെ നടത്തിയിട്ട് തിരിച്ചു പോന്നു. മറ്റു പല കാര്യങ്ങളും അവരെ പുറകോട്ട് വലിക്കുന്നുണ്ട്, മറ്റു പല കാര്യങ്ങളും. അപ്പോൾ തന്നെ ഇവിടെ ചില ആളുകൾ, ചില ബൈബിൾ എന്നാ പറയുന്നത്, ബൈബിൾ ഫനാറ്റിക്സ് ആയിട്ടുള്ള ചില ആളുകൾ അവർ പറഞ്ഞു, ഓ കണ്ടോ എതിർ ക്രിസ്തു വന്നു കഴിഞ്ഞു, അവർ ചർച്ചകൾ നടത്താൻ തുടങ്ങിക്കഴിഞ്ഞു. ഏതാ ഇവിടുത്തെ അമേരിക്കയിലുള്ള പെന്റക്കോസ്റ്റൽ ലീഡേഴ്സിൽ പലരും മാർപ്പാപ്പയെ പോയി കണ്ടതിനെ പറ്റി പറയുന്ന, ഇത് എതിർ ക്രിസ്തുവിൻ്റെ പരിപാടിയാണ്, ഉടൻ തന്നെ ഇതെല്ലാം കൂടെ ഒന്നാകും, ഉടൻ തന്നെ ഇതെല്ലാം ഒന്നാകും. എതിർ ക്രിസ്തുവിൻ്റെ പരിപാടിയല്ല, ഒരിടേനും ഒരു തൊഴുത്തുമായി മാറും എന്നുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആഗ്രഹമാണ്, കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് എതിർ ക്രിസ്തുവിൻ്റെ ആണെന്നാണ്. ഒരു വലിയ ഒരു ഭിന്നതയുടെയും വലിയ കലഹത്തിൻ്റെയും വലിയ തരത്തിലുള്ള വിഘടനങ്ങളുടെയും എല്ലാം ഒരു കാലഘട്ടത്തിലൂടെയാണ് സഭ കടന്നുപോയത്. ഇപ്പോഴും അവിടെ ഐക്യമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ഒരൈക്യത്തിലേക്ക്, ഒരനുരഞ്ജനത്തിലേക്ക്, ഒരു സമാധാനത്തിലേക്ക്, ഒരു ഏകീകരണത്തിലേക്ക് ഒക്കെ ചർച്ചകൾ നീങ്ങുകയാണ്. ലോക സഭകൾ തമ്മിലുള്ള ഡയലോഗ്സ് ഒക്കെ ഞാൻ വളരെ സൂക്ഷ്മമായിട്ട് വീക്ഷിക്കുന്നുണ്ട്. അവരുടെ ഡയലോഗ്സ് കംപ്ലീറ്റ് തന്നെ വായിക്കും. നമ്മൾ കാണുന്നതാണ്, എല്ലാ ആളുകളുടെയും എല്ലാ സഭകളുടെയും ഉള്ളിൽ ആ ഒരു ചിന്തയുണ്ട്. കാരണം കർത്താവ് കൊടുത്ത അധികാരത്തിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നവർ അതിലേക്ക് തിരിച്ചു വന്ന് യുണൈറ്റ് ചെയ്യുവാനുള്ള ഒരാഗ്രഹം കാണുന്നുണ്ട്. അതിന് വളരെ ഒരു വെൽക്കമിങ് ആയിട്ടാണ് ഇപ്പം റോമിലെ മാർപ്പാപ്പ സ്വീകരിച്ചിരിക്കുന്ന നയങ്ങൾ, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ. അദ്ദേഹം ധാരാളം പേരെ ഇങ്ങനെ വെൽക്കം ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, കർത്താവിൻ്റെ സഭയെക്കുറിച്ച്. കർത്താവിൻ്റെ സഭയിൽ നിന്നുള്ള ആ ഒരു പിന്തുടർച്ച, കർത്താവ് കൊടുത്ത പത്രോസിൻ്റെ ശ്ലൈഹിക പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ച, അതാണ് ലോകത്തൊന്നും ക്രിസ്തീയ സഭകളിൽ നമ്മൾ കാണുന്നത്. അതിൽ നിന്ന് ഇതരരായിരിക്കുന്നവരും ഉണ്ട്, എന്നാൽ അതിനകത്ത് ആ ശ്ലൈഹിക പിന്തുടർച്ച ഉള്ളവരുമുണ്ട്. ആ ശ്ലൈഹിക പിന്തുടർച്ചയിലാണ് കേരളത്തിലെ സഭകളെല്ലാം നിൽക്കുന്നത്. കേരളത്തിലെ സഭകൾ പറഞ്ഞാൽ കേരളത്തിലെ പരമ്പരാഗത സഭകൾ ആ ശ്ലൈഹിക പിന്തുടർച്ചയിലാണ് നിൽക്കുന്നത്. അത് നമ്മുടെ ഏറ്റവും വലിയ ഒരു ധന്യതയാണ്, ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. ആണ് നമ്മൾ ഈ പത്രോസിൻ്റെ പ്രൈമസിയിൽ നിന്ന് പഠിക്കുന്നത്. ഈ സഭാപിതാക്കന്മാരുടെ എല്ലാം സാക്ഷ്യം, അവരുടെ എല്ലാം അനുഭവം, അതാണ് നമ്മളെ വിളിച്ച് അറിയിക്കുന്നത്. യേശു കർത്താവ് പറയുകയാണ്, ശീമോനെ ശീമോനെ, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പൊയ്പാകാതിരിക്കാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. അപ്പം യേശുവും ആ പത്രോസുമായിട്ടുള്ള ആ ഒരു ബന്ധം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇപ്പം ഞാൻ ഇതിങ്ങനെ പറയുമ്പം നിഷ്പക്ഷമായിട്ട് സ്റ്റഡി ചെയ്തപ്പോൾ അങ്ങനെയാണ് മനസ്സിലാകുന്നത്. ഞാനൊരിക്കലും റോമൻ പാപ്പസി പറയുകയല്ല. ഇത് ഞാൻ റോമൻ പാപ്പസി പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് ഓർക്കും. കാരണം റോമൻ കാത്തലിക് ചർച്ച് ഇങ്ങനെയാണ് വിശ്വസിക്കുന്നത്. റോമൻ കാത്തലിക് ചർച്ചുകാരുടെ ഒരു വാദമാണോ അതെന്ന് ചോദിച്ചാൽ റോമൻ കാത്തലിക്കിൻ്റെ വാദമല്ല. നമ്മൾ ഒബ്ജക്റ്റീവായിട്ട് പഠിച്ചു കഴിയുമ്പം അതാണ് മനസ്സിലാകുന്നത്. അതിവിടുത്തെ പെന്റക്കോസ്റ്റൽ ലീഡേഴ്സിന് എല്ലാം മനസ്സിലായിട്ടുണ്ട്. പിന്നെ അവരുടെ സ്ഥാപിത താല്പര്യം, വെസ്റ്റഡ് ഇൻട്രസ്റ്റിന് വേണ്ടി അവർ നിൽക്കുന്നതേ ഉള്ളൂ. ലോകത്തിലൊരു പ്രമുഖ പെന്റക്കോസ്റ്റൽ ലീഡറായിരുന്നു, സ്വീഡനിലുണ്ടായിരുന്നു ഗുൾഫ് എക്കുമാൻ. അദ്ദേഹം റോമൻ കാത്തലിക് ചർച്ചിൽ ജോയിൻ ചെയ്തു. തനിക്ക് ഭയങ്കര ഫെയിം ഉണ്ടായിരുന്നു.
സ്വീഡനിലെ 15,000 പീപ്പിൾ കൂടുന്ന വലിയ ചർച്ച്, കാര്യങ്ങൾ, ലോകമെങ്ങുമുള്ള പ്രീച്ചിങ് ഐറ്റിനറി ഉണ്ടായിരുന്നു, ഒരുപാട് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. അതെല്ലാം അദ്ദേഹം നഷ്ടപ്പെടുത്തി. അങ്ങനെയൊക്കെ ഉണ്ടാകുമായിരിക്കും, പക്ഷേ ആ ട്രൂത്ത്, ദിസ് ഈസ് ദ ട്രൂത്ത്. കാരണം കർത്താവ് ഫിസിക്കലി ഒരു ചർച്ചിനെ സ്ഥാപിച്ചു. അപ്പം അതിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ ഇവാഞ്ചലിക്കൽ ബ്ലണ്ടർ, ഇവാഞ്ചലിക്കലുകളുടെ ഏറ്റവും വലിയ സഭയുടെ നിരാകരണമാണ് അവർ നടത്തുന്നത്. അത് നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും. കർത്താവിൻ്റെ സഭയെന്ന് പറഞ്ഞാൽ കാണാൻ പറ്റാത്ത ഒന്നാണ്. നിങ്ങളത് കേട്ടിട്ടുണ്ടോ? ഈ പെന്റക്കോസ്തുകാരുടെയും ബ്രദറൻകാരുടെയും ഒക്കെ ഉള്ളൊരു ഏറ്റവും വലിയൊരു വാദമാണ്. പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ അത് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ ഇംഗ്ലീഷുകാരുടെ ഇടയിൽ അങ്ങനത്തെ ബ്ലണ്ടർ കേട്ടിട്ടില്ല. കാരണം അവർ കുറെ കൂടെ ലോജിക്കലായിട്ട് ചിന്തിക്കുന്നവർ. മലയാളികളാണ് ഏറ്റവും കൂടുതൽ പറയുന്നത് കർത്താവിൻ്റെ സഭയെന്ന് പറഞ്ഞാൽ കാണാൻ പറ്റത്തില്ല, അതൊരു അദൃശ്യമാണെന്ന് പറഞ്ഞു. എന്നാൽ ആ സഭ അദൃശ്യമാണെന്ന് പറയുമ്പോൾ അപ്പം നമ്മൾ പറയുക അങ്ങനെയാണെങ്കിൽ വാങ്ങിപ്പോയവരൊക്കെ അതൊന്നുമില്ല, വാങ്ങിപ്പോയവരൊന്നുമില്ല. പക്ഷെ എന്നാലും സ്റ്റിൽ ഇറ്റ് ഈസ് അൺസീൻ. നമുക്കറിയത്തില്ല കേട്ടോ സഭയെന്ന് പറഞ്ഞാൽ എവിടെയാ, ആരൊക്കെ ഈ സഭയിൽ ഉണ്ടെന്ന് ആർക്കറിയാം? അത് ഓൺലി ഗോഡ് നോസ്. അപ്പം അങ്ങനെ കർത്താവിന് മാത്രം അറിയാവുന്ന ഒരു സീക്രട്ട് സൊസൈറ്റി അല്ല കർത്താവ് സ്ഥാപിച്ചത്. അത് ആദ്യമായിട്ട് ദയവ് ചെയ്ത് എൻ്റെ പെന്റക്കോസ്ത് സഹോദരങ്ങൾ മനസ്സിലാക്കണം. കർത്താവ് ഒരു സീക്രട്ട് സൊസൈറ്റി അല്ല സ്ഥാപിച്ചത്. കർത്താവ് ഒരു വിസിബിൾ ചർച്ചിനെയാണ് സ്ഥാപിച്ചത്. ഒരു വിസിബിൾ ചർച്ചിനെ, കാണാൻ പറ്റുന്ന ഒരു സഭയെ. അല്ല, കാണാൻ പറ്റാത്ത ഒരു സഭയ്ക്കല്ലല്ലോ പൗലൂസ് അപ്പോസ്തലൻ ലേഖനം എഴുതി അയച്ചത്. അദൃശ്യമണ്ഡലങ്ങളിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു സഭയാണ്. ആർക്കും അറിയത്തില്ല സഭ ഏതാന്ന്. എല്ലാവരും പറയുന്നത് അതൊരു എക്സ്ക്യൂസാണ്. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ വിശ്വാസികൾ വഞ്ചിക്കപ്പെടുകയാണ്. നിങ്ങളുടെ നേതാക്കന്മാർക്കറിയാം ട്രൂത്ത് പറയാൻ പോയാൽ കുഴയും. സത്യത്തിൽ സഭ വിസിബിൾ ആണെന്ന് എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ സഭയുടെ റൂട്ട് നമ്മൾ ട്രേസ് ചെയ്യും. റൂട്ട് ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ ചർച്ച് ഹിസ്റ്ററിയും ബൈബിളും സ്റ്റഡി ചെയ്ത് കഴിയുമ്പോൾ സഭ ഏതാണെന്ന് മനസ്സിലാകും. ചർച്ച് ഹിസ്റ്ററിയും ബൈബിളും കൂടി ഒരുമിച്ച് പഠിക്കുമ്പോൾ സഭ ഏതാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കും. സഭ വിട്ടുപോകും. വാട്ട് ഈസ് യുവർ അതോറിറ്റി എന്ന് ചോദിക്കും. നിങ്ങൾക്കിത് ചെയ്യാനുള്ള അധികാരം എന്താണ്? ഞാൻ വീണ്ടും നിങ്ങളോട് പറയുകയാണ്, ഇത് കുറേ ആളുകൾക്ക് ഉപജീവനത്തിന് വേണ്ടി അവർ നടത്തുന്നതാണ്. അവരെ കർത്താവ് വിളിച്ചിട്ടില്ല, കർത്താവ് ആക്കി വെച്ചിട്ടില്ല, കർത്താവ് അധികാരം കൊടുത്തിട്ടില്ല. കർത്താവ് ഫിസിക്കലായിട്ട് ഒരു ചർച്ചിനെ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ഫിസിക്കലായിട്ട് സ്ഥാപിച്ച ചർച്ചിൻ്റെ പിന്തുടർച്ചയുണ്ട്. ആ ചർച്ചാണ് പിന്നീട് ചർച്ചുകൾ സ്ഥാപിച്ചതും. ആ ചർച്ചിൻ്റെ അതോറിറ്റിയിലാണ് യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ പ്രസാദവരങ്ങൾ വരുന്നത്. ആ ചർച്ചാണ് ഈ വിശ്വാസ പ്രമാണത്തെ ഉണ്ടാക്കിയത്. ആ ചർച്ചിൽ ഉൾപ്പെട്ടിരിക്കുന്നവർക്ക് വിശ്വാസ പ്രമാണത്തിൽ സംശയമില്ല. ആ ചർച്ചിൽ ഉൾപ്പെട്ടിരിക്കുന്നവർക്ക്, ഉദാഹരണം പറഞ്ഞാൽ നിക്കിയ സുന്നോദോസ് നടക്കുമ്പം അന്ത്യോക്യൻ പാത്രക്കീസ് ഒസ്താത്യോസ് ആണ്, അലക്സാണ്ട്രിയൻ പാത്രക്കീസ് അലക്സാണ്ടറാണ്. അപ്പോൾ അന്ത്യോക്യൻ പാത്രക്കീസും അലക്സാണ്ട്രിയൻ പാത്രക്കീസ് അലക്സാണ്ടറും പിന്നെ കോർഡോബയിലെ ഹോസിയസ് അധ്യക്ഷനായിട്ടും അങ്ങനെയാണ് നിക്കിയ സുന്നോദോസ് നടക്കുന്നത്. ആ സമയത്ത് റോമൻ പോപ്പ്, അന്ന് പോപ്പ് എന്നുള്ള പേരിൽ റോമൻ പാത്രിയർക്കീസ് സിൽവെസ്റ്ററാണ്. സിൽവെസ്റ്റർ നിക്കിയ സുന്നോദോസിൽ പങ്കെടുത്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ 3 പാത്രിയർക്കീസുമാരുള്ളതിൽ റോമൻ പാത്രിയർക്കീസ് നിക്കിയ സുന്നോദോസിൽ പങ്കെടുത്തിട്ടില്ല. പക്ഷേ അന്ത്യോക്യൻ പാത്രിയർക്കീസും അലക്സാണ്ട്രിയൻ പാത്രിയർക്കീസുമാണ് അതിൽ പങ്കെടുത്തത്. എങ്കിലും റോമൻ പാത്രിയർക്കീസ് ആയിരുന്ന സിൽവെസ്റ്റർ എന്ത് ചെയ്യാണ്? ഈ നിക്കിയ സുന്നോദോസിലെ മുഴുവൻ തീരുമാനങ്ങളെയും അക്സെപ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണ് സഭ ഫങ്ഷൻ ചെയ്യുന്നത്. അതാണ് പറഞ്ഞത് ചർച്ചിൻ്റെ അതോറിറ്റി എന്ന്. അപ്പോൾ ട്രൂ ചർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രൂ ഫെയ്ത്തിനെ ഹോൾഡ് ചെയ്യുന്നവരും ആ ട്രൂ സക്സഷൻ ഉള്ളവരുമാണ്. ആണ് തെർത്തുല്യം പറഞ്ഞത്, നിങ്ങളുടേത് ശരിയായ സഭയാണോ അല്ലയോ എന്നറിയുവാൻ നിങ്ങളുടെ ബിഷപ്പിന് അപ്പോസ്തോലിക പിതാക്കന്മാർ വരെയുള്ള ഒരു പിന്തുടർച്ചയെ കാണിക്കുകയും. തെർത്തുല്യൻ എഴുതിയ അങ്ങനെ ഒരെണ്ണമില്ലെങ്കിൽ നിങ്ങളുടേത് ട്രൂ ചർച്ചല്ല. അപ്പം അതുകൊണ്ട് ആ ട്രൂ ചർച്ചുകളിലേക്ക് മടങ്ങുന്നൊരു സീസണാണിത്. ആളുകൾ ധാരാളമായി ട്രൂ ചർച്ചിലേക്ക് പോകുന്നുണ്ട്. കാരണം മറ്റ് വൈകാരികതകളോ ഫിനാൻഷ്യൽ ബെനിഫിറ്റുകളോ മറ്റ് ഈഗോകളോ നോക്കാതെ കർത്താവ് സ്ഥാപിച്ച സഭ ഒരു ഫിസിക്കൽ ചർച്ചാണ്. അത് നിങ്ങളുടെ ഒരു ഡിബേറ്റായി തീരട്ടെ. മറ്റുള്ളവരോട് പോയി ഡിബേറ്റ് ചെയ്യുവാനല്ല, നിങ്ങളുടെ മനസ്സിൽ ഒരു ഡിബേറ്റ് നടക്കട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൽ ലെറ്റ് us start a debate in your hearts.
നിങ്ങളുടെ ഹൃദയത്തിൽ ഇന്ന് ഡിബേറ്റ് അങ്ങോട്ട് തുടങ്ങട്ടെ. അതൊരു വഞ്ചനയായിരുന്നു, ഇവാഞ്ചലിക്കൽ വഞ്ചന. ഞാനും വഞ്ചിക്കപ്പെട്ടു. അത് ഞാൻ ഒത്തിരി സ്ഥലത്ത് പ്രസംഗിച്ചിട്ടുണ്ട്, ഞാൻ ഒരുപാട് ആളുകളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എൻ്റെ ആ പഴയ പ്രസംഗങ്ങൾ പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് പല ആളുകൾ ഇപ്പോൾ ഇടുന്നുണ്ട് പഴയ പ്രസംഗങ്ങൾ. അതൊരു അബദ്ധമല്ലേ, കാരണം എനിക്കൊരു തിരിച്ചറിവ് വന്നു. ഞാൻ ഓർത്തഡോക്സ് വിശ്വാസത്തിനെതിരായിട്ട് ടേപ്പ് ഇറക്കിയിട്ടുണ്ട്, 7 ചതിക്കുഴികൾ. എൻ്റെ ടേപ്പ് ഇപ്പോഴും ഒത്തിരി പെന്തക്കോസ്തുകാർ അത് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്നല്ല എടുത്ത് കളഞ്ഞു. പക്ഷെ പലരും ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരുത്തൻ ഭീഷണിപ്പെടുത്തി, ആ ടേപ്പ് എൻ്റെ ഉണ്ട്, ഞാനത് ഇറക്കും. ഒരു പ്രശ്നമില്ല, ഇറക്കിക്കും. ഞാൻ ദൈവം അനുവദിച്ച അടുത്ത ദിവസം ആ 7 ചതിക്കുഴികൾ എന്ന പ്രസംഗം ഈ ലൈവിൽ പ്ലേ ചെയ്ത് അതിനകത്ത് 7 പോയിന്റാണ് ഉള്ളത്. ആ 7 പോയിന്റിനെ റെഫ്യൂട്ട് ചെയ്യുന്നതായിരിക്കും. 7 പോയിന്റും ഞാനാണ് പറഞ്ഞ 7 പോയിന്റ്. ആ 7 പോയിന്റ് ഇന്ന് ഞാൻ തെറ്റാണെന്ന് മനസ്സിലാക്കുന്നത്, എങ്ങനെ മനസ്സിലാക്കുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ പ്രശ്നം തീരും. അത് ഞാൻ ചെയ്യുന്നതായിരിക്കും. കാരണം നമ്മൾ ട്രൂ ചർച്ച് എന്താണെന്ന് മനസ്സിലാക്കണം. ഇനി ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, ഞാനും പറഞ്ഞ ഒരു അബദ്ധമാണ്, ഞാനും പ്രചരിപ്പിച്ച അബദ്ധമാണ്. ഒരിക്കൽ കൂടെ പറയുകയാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരിക്കൽ കൂടെ പറയുകയാണ്, കർത്താവായ യേശുക്രിസ്തു സ്ഥാപിച്ച സഭ. ഓക്കെ, എല്ലാവരും റെഡിയല്ലേ? ഇതാണ് നമ്മുടെ ചോദ്യം. കർത്താവായ യേശുക്രിസ്തു സ്ഥാപിച്ച സഭ വിസിബിൾ ആണോ ഇൻവിസിബിൾ ആണോ? കർത്താവായ യേശു തന്നെ ഇൻവിസിബിൾ ആണെന്ന് പറയുന്ന ഒരു ദുരുപദേശം അന്നുണ്ടായിരുന്നു. ഡോസറ്റിസം എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിന് നോക്സ്റ്റിക് വാദങ്ങളുണ്ട്, ജ്ഞാനവാദങ്ങൾ. ജഡം ഭയങ്കര പാപമാണ്, കാണപ്പെടുന്നല്ല, എല്ലാം ഇല്യൂഷനാണ്, ഒരു മായയാണ്. മുസ്ലിങ്ങൾ സാധാരണ പറയാറുണ്ട്, മറിയത്തിൻ്റെ മകനെ അവർക്കൊന്നുമില്ല, അവൻ മരിച്ചുമില്ല, എല്ലാം ഒരു തോന്നലായിരുന്നു. അപ്പോൾ ഇതാണ് ഒരു ഇല്യൂഷൻ, ഒരു പുക ഇങ്ങനെ വന്ന് രൂപപ്പെട്ട് ഒരു മനുഷ്യരൂപം എടുത്ത് ഇങ്ങനെ, മകനെ നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു. അപ്പോൾ ഇങ്ങനെ എന്തോ ഒരു തോന്നൽ പോലെ. അപ്പോൾ യോഹന്നാൻ ശ്ലീഹ എഴുതുകയാണ്, ആദ്യം മുതലുള്ളതും ഞങ്ങൾ കണ്ണുകൊണ്ട് വീക്ഷിച്ചതും ഞങ്ങൾ കാതുകൊണ്ട് കേട്ടതും ഞങ്ങൾ വിരലുകൾ കൊണ്ട് സ്പർശിച്ചതും ജീവന്റെ വചനം പ്രത്യക്ഷമായി, ഞങ്ങൾ നോക്കി, ഞങ്ങൾ കണ്ടു, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുഭവിച്ചു. ഇറ്റ് വാസ് സോ റിയൽ. അപ്പോൾ അത് യേശുവിനെ കുറിച്ചാണ്. അപ്പോൾ അന്നത്തെ കാലത്തെ ദുരുപദേശം യേശു റിയൽ അല്ലെന്നുള്ളതാണ്. ഇപ്പം ഈ 21-ാം നൂറ്റാണ്ടിൽ വന്നപ്പോൾ കേരളത്തിൽ കേൾക്കുന്ന ദുരുപദേശം അവൻ്റെ സഭ റിയൽ അല്ലെന്നുള്ളതാണ്. എവിടെയാണ് സഭയെന്ന് ആർക്കറിയാം? ആരാണ് സഭയെന്ന് ആർക്കറിയാം? ആരാണ് ഈ സഭയിൽ ഉള്ളതെന്ന് ആർക്കറിയാം? പിന്നെ പറയുന്നതാണ്, സഭയിൽ ഇങ്ങനെ വന്നിട്ട് കർത്താവ് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകും, പറന്നു പോകും, ഒറിജിനൽ സഭക്കാർ പോകും. അപ്പം ഇങ്ങനെയെല്ലാം തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ സഭ വിസിബിൾ ആണോ ഇൻവിസിബിൾ ആണോ? വിസിബിൾ ആണ് കർത്താവിൻ്റെ സഭ. അതിന് വിസിബിൾ ഹെഡുണ്ട്, വിസിബിൾ ബോഡി ഉണ്ട്. ഇറ്റ് ഈസ് സോ റിയൽ. അത് കർത്താവിൻ്റെ സഭ കാണാൻ പറ്റുന്നതാണ്. അപ്പം സഭയ്ക്ക് വാലിഡിറ്റി ഇല്ലാത്തവർ, ആ സഭയ്ക്ക് ഓതന്റിസിറ്റി ഇല്ലാത്തവർ, അവരാണ് അത് എക്സ്ക്യൂസ് പറയുന്നത്. അവരതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ പറയുന്നതാണ് സഭ റിയൽ അല്ല കേട്ടോ, സഭയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു തോന്നലാണ്, പിന്നെ എവിടെയൊക്കെയോ ആരൊക്കെയോ ഉണ്ട്, അത് കർത്താവ് നേരിട്ട് റിക്രൂട്ട് ചെയ്യാണ്. ഓക്കെ, ഞാനത് ആ ആശയം കൊള്ളാം. അപ്പം നിങ്ങൾ പറയുന്നത് കർത്താവ് നേരിട്ട്, പിന്നെ പറയുന്നതാണ് കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു, ഒരു വാക്യമാണ്. പിന്നെ അടുത്ത വാക്യം, ഇതെല്ലാം ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് പിക്ക് ചെയ്യാണ്. അടുത്ത വാക്യം കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. പിന്നെ കർത്താവ് ബാലിന് മുട്ടുമടക്കാത്ത 7000 പേരെ ശേഷിപ്പിച്ചിട്ടുണ്ട് അവിടെയായിട്ട് ഗുഹകളിലൊക്കെ. അപ്പം ഇതാണ് കർത്താവിൻ്റെ സഭ. ഓക്കെ, കർത്താവിൻ്റെ സഭ ഇപ്പോൾ പെന്തക്കോസ്ത് നിർവചനം അല്ലെ കോൺസെപ്റ്റ് അനുസരിച്ച് ഇതാണ് കർത്താവിൻ്റെ സഭ എന്ന് പറഞ്ഞാൽ. ആർക്കും അറിയത്തില്ല എവിടെയൊക്കെ ഉള്ളതെന്ന്, ആരൊക്കെ ഉള്ളതെന്നും ആർക്കും അറിയത്തില്ല. എന്നാൽ പിന്നെ നിങ്ങളിതെന്തിനാണ് നടത്തുന്നത്? നിങ്ങളെന്തിനാണ് സ്നാനം നടത്തുന്നത്? നിങ്ങളെന്തിനാണ് പ്രസംഗം നടത്തുന്നത്? നിങ്ങളെന്തിനാണ് ആളെ കൂട്ടുന്നത്? നിങ്ങളെന്തിനാണ് ആളുകളെ ഇൻവൈറ്റ് ചെയ്യുന്നത്? അത് ഞങ്ങളതൊക്കെ ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. അതൊരു പരിപാടി, പക്ഷെ ആർക്കും അറിയത്തില്ല. സഭയെന്ന് പറഞ്ഞാൽ എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല. സഭയെന്ന് പറഞ്ഞാൽ ആരുടേതാണെന്ന് ആർക്കും അറിയത്തില്ല, എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല, ആരൊക്കെ ഇതിനകത്തുണ്ടെന്ന് ആർക്കറിയാം? ഇത്തരത്തിലുള്ള ഉത്തരവാദിത്വമില്ലാത്ത ദൈവശാസ്ത്ര വിരുദ്ധമായ പ്രസ്താവനകളാണ് ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കർത്താവ് ഒരു സഭയെ സ്ഥാപിച്ചു. കർത്താവ് സ്ഥാപിച്ച സഭ, ആ സഭ സ്ഥാപിക്കാനുള്ള സകല അധികാരവും ചുമതലയും ശീമോനെയാണ് ഏൽപ്പിച്ചത്. തൻ്റെ അധികാരം മാത്രമല്ല, തൻ്റെ അധികാരം തന്നെയാണ് തൻ്റെ പേര്. ആ പേരും കൂടെ കർത്താവ് ശീമോന് ഷെയർ ചെയ്ത് കൊടുത്തു. നീ കേഫ എന്ന് വിളിക്കപ്പെടും, ഈ കേഫാമേൽ ഞാൻ എൻ്റെ സഭയെ
പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. ശീമോന്റെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം അതാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ആ ട്രൂ ചർച്ച് ശീമോൻ പണിത ചർച്ചാണ്. അതിൽ നമുക്ക് ഇന്ന് കുറിക്കൊള്ളാവുന്നത് രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന ആ ശീമോന്റെ കൺഫെഷൻ. ആ കൺഫെഷനിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന പരിശുദ്ധ ത്രിയേക ദൈവ വിശ്വാസം, ആ ട്രിനിറ്റേറിയൻ ഫെയ്ത്ത്, അതാണ് ആ വിശ്വാസത്തിന്റെ മർമ്മം. ഒന്ന്, ആ ഫെയ്ത്ത്. രണ്ട്, ശീമോൻ മനസ്സ് തകർന്ന് നിലവിളിച്ച് കരഞ്ഞു. നീ തിരിഞ്ഞു വന്ന് നിന്റെ സഹോദരന്മാരെ ഉറപ്പിക്കുക. അനുതാപം. നമുക്ക് സ്വന്തമായിട്ട് ഒരു കഴിവുമില്ല, നമുക്ക് നമ്മിൽ ആശ്രയിക്കാനൊന്നുമില്ല, നമ്മുടെ എല്ലാ ആശ്രയങ്ങളും പോയിരിക്കുന്നു. ആ പെർഫെക്റ്റ് ആയിട്ടുള്ള അനുതാപത്തോടുകൂടെ, അതാണ് കുറിയ ലൈസോൻ എന്ന് നിരന്തരമായിട്ട് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ശീമോൻ കൊണ്ടുവന്ന ആ ഫെയ്ത്ത് ഉണ്ട്, ആ ഫെയ്ത്ത്. രണ്ട്, ഈ അനുതാപം. ഇന്നിപ്പോൾ അഹങ്കാരത്തിൻ്റെതായ സുവിശേഷമൊക്കെ നമ്മൾ കേൾക്കുന്നത്. നീ അതല്ല, നീ ഇതല്ല, നീ മറ്റേതാണ്, നിനക്ക് ഭയങ്കര പവറാണ് എന്നൊക്കെ പറഞ്ഞ് നീ അത് ചെയ്തോ, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതല്ല, ചർച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെയാണ്. അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ രീതിയിലുള്ളൊരു പ്രസംഗമൊന്നും അല്ല ശീമോനോട് പറഞ്ഞത്. ശീമോനെ, നീ ഒന്നും പേടിക്കണ്ടാ, നീ ഭയങ്കര സ്ട്രോങ്ങാ, നീ പിശാചിനെ ഇടിച്ച് തകർത്ത് അവൻ്റെ മൂക്കും കൂടെ നീ പൊളിക്കണം, നീ ഉറപ്പായിട്ടും സഭ പണിയണം. അങ്ങനെയൊന്നുമല്ല യേശു പറഞ്ഞു. യേശു പറഞ്ഞു, നിന്നെ സാത്താൻ പാറ്റും, നീ എന്നെ പോലും തള്ളിപ്പറയും, പക്ഷേ നീ തിരിഞ്ഞു വരും. നീ തിരിഞ്ഞു വന്നിട്ട് നിന്റെ സഹോദരന്മാരെ ഉറപ്പിക്കും. അതാണ് ചർച്ച്. അനുതാപത്തിൻ്റെ നമ്മിലുള്ള ആശ്രയം ഇല്ലാതെ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് അപ്പോൺ ഹിസ് ഗ്രേസ്, നോട്ട് ഓൺ അവർ മെറിറ്റ് ബട്ട് ഓൺ ഹിസ് ഗ്രേസ്. അവൻ്റെ കൃപയിലും അവൻ്റെ കരുണയിലും ആശ്രയിക്കുന്ന കർത്താവെ കരുണ ചെയ്യണമേ എന്നുള്ള ഒരു മനോഭാവത്തിൽ. അപ്പോൾ രണ്ട് കാര്യങ്ങളും നമ്മൾ ഓർക്കുക. ആ ട്രൂ ഡോക്ട്രിൻ ഓർക്കുക, അതാണ് ട്രൂ കൺഫെഷൻ. ആ ട്രൂ കൺഫെഷൻ പിതാവിലും പുത്രനും പരിശുദ്ധാത്മാവിലും വിശ്വസിക്കുന്ന, അനുതാപത്തിൽ നിറഞ്ഞിരിക്കുന്ന ഒരു സഭ, ആ പത്രോസിൻ്റെ ശ്ലൈഹിക അനുഗ്രഹങ്ങളുള്ള ഒരു സഭ, അതാണ് ട്രൂ ചർച്ച്. ബാക്കി ഒരുപാട് ഉപദേശങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ബി കെയർഫുൾ, ജാഗ്രത പാലിക്കുക. പലതരം ഉപദേശങ്ങൾ പാരിൽ മുളച്ച് പരക്കുന്നുണ്ട്. കൃത്യമായ ഉപദേശത്തിൽ, കൃത്യമായ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ നിങ്ങൾ അങ്ങനെ തന്നെയോ എന്ന് തിരുവെഴുത്തുകളെ പരിശോധിക്കുക, ചരിത്രരേഖകളെ പരിശോധിക്കുക. ഏതാണ് ട്രൂ ഫെയ്ത്ത് എന്ന് നോക്കുക. ട്രൂ ഫെയ്ത്തിൽ നിൽക്കുന്ന അനുഗ്രഹം നമുക്കുണ്ടാകട്ടെ. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.